grateful heart, give thanks to the Holy One. Give thanks because He's given Jesus Christ, His Son. Give thanks with a grateful heart. Give thanks to the Holy One. Give thanks because He's given Jesus Christ, His Son. And now let the weak say, I am strong. Let the poor say, I am rich because of what the Lord has done for us. And now let the weak say, I am strong. Let the poor say, I am rich because of what the Lord has done for us. Give thanks. Give thanks with a grateful heart. Give thanks to the Holy One. Give thanks because He's given Jesus Christ, His Son. And now let the weak say, I am strong. Let the poor say, I am rich because of what the Lord has done for us. Give thanks. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ഓൺലൈൻ മീറ്റിംഗിലേക്ക് ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിലും കിങ്ഡം ട്രംപറ്റേഴ്സ് മിനിസ്ട്രീസിൻ്റെ നാമത്തിലും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ വചനത്തിൽ 95-ാം സങ്കീർത്തനം നമ്മളിങ്ങനെ വായിക്കുന്നു. വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നേവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് നമുക്ക് വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്താം. ഒരു മനുഷ്യൻ്റെ മുൻപിലല്ല, നമ്മളെ സൃഷ്ടിച്ച നമ്മളെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ നമുക്ക് മുട്ടുകുത്താം. അവനാണല്ലോ നമ്മുടെ ദൈവം, നാമോ അവൻ മേയ്ക്കുന്ന ജനവും. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ നമ്മുടെ നല്ല കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. യേശുവിൻ നാമം വാഴ്ത്തി വണങ്ങി നമസ്കരിക്കാൻ ഒരു നാമമുണ്ട്, നാമമുണ്ട്. വാനവും ഭൂമിയും ഏവരും വണങ്ങും യേശുവിൻ നാമം, യേശുവിൻ നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ, എത്ര മഹാത്ഭുതനാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവിൻ മധുരിമനാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ, എത്ര മഹാത്ഭുതനാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവിൻ മധുരിമനാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടുന്ന അത്യുന്നത നാമം. എല്ലാ നാമം പുകഴ്ത്തിടുവാൻ യോഗ്യം യേശുവിൻ നാമം, യേശുവിൻ നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടുന്ന അത്യുന്നത നാമം,
അത്യുന്നത നാമം നാമം പുകഴ്ത്തിടുവാൻ യേശുവിൻ നാമം യേശുവിൻ നാമം ആർത്തില്ലെങ്കിൽ ഈ കല്ലുകളാർക്കും രാജാതിരാജനു മഹത്വം നാം മിണ്ടാതിരുന്നാൽ ഈ ഭൂതലം പാടും ദേവാദിദേവനു മഹത്വം നാം ആർത്തില്ലെങ്കിൽ ഈ കല്ലുകളാർക്കും രാജാതിരാജനു മഹത്വം നാം മിണ്ടാതിരുന്നാൽ ഈ ഭൂതലം പാടും ദേവാദിദേവനു മഹത്വം ഹല്ലേലൂയ ഹല്ലേലൂയ എത്ര മഹാത്ഭുതനാമം എത്ര മഹാത്ഭുതനാമം ഹല്ലേലൂയ യേശുവിൻ നാമം ഉയരട്ടെ ഒരുമിച്ച് പാടാം ഹല്ലേലൂയ എത്ര മഹാത്ഭുതനാമം ഹല്ലേലൂയ 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 യേശുവിൻ മധുരിമ നാമം സ്വർലോക മഹിമകൾ വെടിഞ്ഞവൻ ദേശത്തിൽ മനുഷ്യൻ വന്നവൻ സ്വർലോക മഹിമകൾ വെടിഞ്ഞവൻ ദേശത്തിൽ മനുഷ്യനായി വന്നവൻ ക്രൂശിൽ യാഗമായി തീർന്നവൻ ദേവൻ കുഞ്ഞാടായി തകർന്നവൻ തകർത്തവൻ മൂന്നാം ഉയർത്തെഴുന്നേറ്റവൻ വിതാള ഗോപുരം തകർത്തവൻ മൂന്നാം ഉയർത്തെഴുന്നേറ്റവൻ പിതാവിൻ വലഭാഗത്തിരുന്നവൻ രാജാതിരാജാവായി വരുന്നവൻ ജീവനുള്ള നാമം ജീവനുള്ള നാമം യേശുവിന്റെ നാമം ഹല്ലേലൂയ ഹല്ലേലൂയ എത്ര മഹാത്ഭുതനാമം ഓ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിൻ മധുരിമ നാമം ഒരുമിച്ച് പാടാം ഹല്ലേലൂയ ഹല്ലേലൂയ എത്ര മഹാത്ഭുതനാമം എത്ര ദൈവത്തെ ആരാധിക്കാം ഓ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിൻ മധുരിമ നാമം വാഴ്ത്തി വണങ്ങി നമസ്കരിക്കാൻ ഒരു നാമം ഉണ്ട് വാനവും ഭൂമിയും ജീവനും മടങ്ങും യേശുവിന്റെ നാമമാണ് വാഴ്ത്തി വണങ്ങി നമസ്കരിക്കാൻ ഒരു നാമമുണ്ട് വാനവും ഭൂമിയും ജീവനും മടങ്ങും യേശുവിന്റെ നാമം ഹല്ലേലൂയ ഹല്ലേലൂയ എത്ര മഹാത്ഭുതനാമം ഓ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിൻ മധുരിമ നാമം ഹല്ലേലൂയ ഹല്ലേലൂയ എത്ര മഹാത്ഭുതനാമം ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിൻ മധുരിമ നാമം എല്ലാം മുഴങ്ങാലും മടങ്ങിടുന്ന അത്യുന്നത നാമം നാമം പുകഴ്ത്തിടുവാൻ യോഗ്യമേശുവിൻ നാമം എല്ലാ മുഴങ്ങാലും മടങ്ങിടുന്ന അത്യുന്നത നാമം എല്ലാ നാവും പുകഴ്ത്തിടുവാൻ യോഗ്യമേശുവിൻ നാമം ആർത്തില്ലെങ്കിൽ ഈ കല്ലുകളാർക്കും രാജാതിരാജനു മഹത്വം വന്ദാതിരുന്നാൽ ഈ ഭൂതലം പാടും ദേവാദിദേവനു മഹത്വം നാം ആർത്തില്ലെങ്കിൽ ഈ കല്ലുകളാർക്കും രാജാതിരാജനു മഹത്വം നാം മിണ്ടാതിരുന്നാൽ ഈ ഭൂതലം പാടും ദേവാദിദേവനു നാം ആർത്തില്ലെങ്കിൽ ഈ കല്ലുകളാർക്കും രാജാതിരാജനു നാം ഭൂതലം പാടും ഭൂതലം മുഴുവൻ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു മഹത്വം സർലോക മഹിമകൾ വെടിഞ്ഞവൻ
വേഷത്തിൽ മനുഷ്യനായി വന്നവൻ, സ്വർലോക മഹിമകൾ വെടിഞ്ഞവൻ. വേഷത്തിൽ മനുഷ്യനായി വന്നവൻ, ക്രൂശിൽ യാഗമായി തീർന്നവൻ. ദൈവകുഞ്ഞാടായി തകർന്നവൻ, ക്രൂശിൽ യാഗമായി തീർന്നവൻ. ദൈവകുഞ്ഞാടായി തകർന്നവൻ. പാതാള ഗോപുരം തകർത്തവൻ, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റവൻ. പാതാള ഗോപുരം തകർത്തവൻ, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റവൻ. പിതാവിൻ വലഭാഗത്തിരുന്നവൻ, രാജാധിരാജമായി വരുന്നവൻ. ജീവനുള്ള നാമം, ജീവനുള്ള നാമം, ജീവനുള്ള നാമം, യേശുവിന്റെ നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര മഹാത്ഭുത നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ മധുരിമ നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് പാടാം. എത്ര മഹാത്ഭുത ആ നാമം ഉയരട്ടെ. എവിടെയെല്ലാം ആ നാമം ഉയർന്നോ, പൈശാചിക മണ്ഡലങ്ങൾ തകരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര മഹാത്ഭുത നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ മധുരിമ നാമം. വാഴ്ത്തി വണങ്ങി നമസ്കരിക്കാൻ ഒരു നാമമുണ്ട്. വാനവും ഭൂമിയും ഏവരും വണങ്ങും യേശുവിൻ നാമം. വാഴ്ത്തി വണങ്ങി, വാഴ്ത്തി വണങ്ങി നമസ്കരിക്കാൻ ഒരു നാമമുണ്ട്. ഒരു നാമമുണ്ട്. വാനവും ഭൂമിയും ഏവരും വണങ്ങും. ഏവരും വണങ്ങും. Yes, his name. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര മഹാത്ഭുത നാമം. എത്ര മഹാത്ഭുത നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ മധുരിമ നാമം. ഒരുമിച്ച് പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര മഹാത്ഭുത നാമം. എത്ര മഹാത്ഭുത നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ മധുരിമ നാമം. യേശുവിൻ നാമം, മധുരിമ നാമം. ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം, മധുരിമ നാമം. ഇണയില്ല നാമം, ഇമ്പനാമം. പാപത്തിൻ ഭാരം ശാപവും നീക്കും, പരമസന്തോഷം ഏകിടും നാമം. പാപത്തിൻ ഭാരം ശാപവും നീക്കും, പരമസന്തോഷം ഏകിടും നാമം. യേശുവിൻ നാമം, മധുരിമ നാമം. ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം, മധുരിമ നാമം. ഇണയില്ല നാമം, ഇമ്പനാമം. പരിമള തൈലം യേശുവിൻ നാമം. പാരെങ്ങും വാസന വീശിടും നാമം. പരിമള തൈലം യേശുവിൻ നാമം. പാരെങ്ങും വാസന വീശിടും നാമം. പരിമള തൈലം യേശുവിൻ നാമം. പാരെങ്ങും വാസന വീശിടും നാമം. യേശുവിൻ നാമം, മധുരിമ നാമം. ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം, മധുരിമ നാമം. ഇണയില്ല നാമം, ഇമ്പനാമം. ഭൂമിയിലും മേലായ നാമം, വാനാധിവാനവനേശുവിൻ നാമം. വാനിലും ഭൂമിയിലും മേലായ നാമം, വാനാധിവാനവനേശുവിൻ നാമം. വാനിലും ഭൂമിയിലും മേലായ നാമം, വാനാധിവാനവനേശുവിൻ യേശുവിൻ നാമം, മധുരിമ നാമം. ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം, മധുരിമ നാമം. ഇണയില്ല നാമം, ഇമ്പനാമം. വാഗ്ദത്തമഖിലവും നൽകിടും നാമം, ആശ്രിതർക്കാലംബനായക നാമം. വാഗ്ദത്തമഖിലവും നൽകിടും നാമം,
ആശ്രിതർക്കാനന്ദനായകനാമം യേശുവിൻ നാമം മധുരിമനാമം വിലയില്ല നാമം ഇമ്പനാമം യേശുവിൻ നാമം മധുരിമനാമം ഇണയില്ല നാമം മനവുകളെല്ലാം മടങ്ങിടും നാമം ഏവരും ഒരുപോൽ വണങ്ങിടും നാമം മുഴങ്കാലുകളെല്ലാം വണങ്ങിടും നാമം ഏവരും ഒരുപോൽ വണങ്ങിടും നാമം മുഴങ്കാലുകളെല്ലാം മടങ്ങിടും നാമം ഏവരും ഒരുപോൽ വണങ്ങിടും നാമം യേശുവിൻ നാമം മന്ദപുരമാനേ ശൈലമാനേ മാരേ ശാനദമാരേ യേശുവിൻ നാമം നാമം ഉയരട്ടെ ഭാഷയായി അത്ഭുതം യേശുവിൻ നാമം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമം എത്ര മഹാത്ഭുതം യേശുവിൻ നാമം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമം എത്ര മഹാത്ഭുതം യേശുവിൻ നാമം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമം എത്ര മഹാത്ഭുതം യേശുവിൻ നാമം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമം യേശുവിൻ നാമം മധുരിമനാമം ഇണയില്ല നാമം ഇരമ്യാവ് 48:10 ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു: യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന കർത്താവിന്റെ വചനത്തിൽ പറയുന്നത്. ഈ വചനഭാഗത്തിന്റെ പ്രാധാന്യത കർത്താവിനെ ആത്മാർത്ഥതയോടുകൂടി സേവിക്കുന്നതിനെ പറ്റിയിട്ട് ഈ വചനഭാഗം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നു. ആമേ സ്തോത്രം. ആത്മാർത്ഥതയോടെ പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിൽ ഉദാസീനരാകാതെ സേവിച്ചു കഴിഞ്ഞാൽ ആരാകുമെന്ന ഈ വചനം പറയുന്നത്? അനുഗ്രഹിക്കപ്പെട്ടവനാകും. അല്ല എങ്കിൽ ശപിക്കപ്പെട്ടവനെന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്. എത്ര ഭയത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ എത്ര ആത്മാർത്ഥതയോടു കൂടിയാണ്, എത്ര പൂർണ്ണ ഹൃദയത്തോടു കൂടിയാണ് എൻ്റെ ഈ ദൈവത്തെ, നമ്മുടെ ഈ യേശുപ്പനെ ആരാധിക്കുന്നതെന്ന് ഈ വചനഭാഗം നമ്മളോട് സംസാരിക്കുന്നു. ആമേ സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇന്ന് ഈ രാത്രിയിൽ നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് പൂർണ്ണ മനസ്സോടുകൂടി പൂർണ്ണ ഹൃദയത്തോടുകൂടി എൻ്റെ ദൈവത്തെ സേവിക്കണം, എൻ്റെ ദൈവത്തെ സ്നേഹിക്കണം, എൻ്റെ ദൈവത്തെ ആരാധിക്കണം. ആമേ സ്തോത്രം. ഹല്ലേലൂയ. നമ്മള് ഈ പറഞ്ഞതിൽ ആരുടെ കൂട്ടത്തിലാ? ആമേ സ്തോത്രം. അതായത് ഉദാസീനരുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ആത്മാർത്ഥമായി എൻ്റെ കർത്താവിനെ സേവിക്കുന്നവരുടെ കൂട്ടത്തിലോ? നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്താട്ടെ. ആമേ സ്തോത്രം. ദൈവമക്കളെ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പദ്ധതി സഭയിൽ പോയി ഒരു പായിടാനാണെങ്കിലും അത് ആത്മാർത്ഥതയോടുകൂടി ചെയ്തോണം. ചെയർ അറേഞ്ച് ചെയ്യാനാണെങ്കിലും ആത്മാർത്ഥതയോടുകൂടി ചെയ്തോണം. ആമേ സ്തോത്രം. ഹല്ലേലൂയ. അതെ, ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നത് എന്ത് തന്നെ ആയിരുന്നാലും ആത്മാർത്ഥതയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ കർത്താവിന്റെ വചനം പറയുന്നു, അല്പത്തിൽ നീ വിശ്വസ്തനായിരുന്നാൽ അധികത്തിൽ ഞാൻ നിന്നെ വിചാരകനാക്കും. ആമേ സ്തോത്രം. സഭയില് ഒന്ന് ക്ലീൻ ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ ഒന്ന് തൂക്കുന്നതാകാം. ആമേ സ്തോത്രം. എന്ത് തന്നെയായിരുന്നാലും ആത്മാർത്ഥതയോടുകൂടി ചെയ്താട്ടെ. ആമേ സ്തോത്രം. നമ്മളെ ഏൽപ്പിക്കുന്ന പദ്ധതി, ആമേ സ്തോത്രം, ഡ്യൂട്ടീസ് ദൈവമാണ്. ആമേ സ്തോത്രം. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായി ഒന്നും ചെയ്യണ്ട. പാസ്റ്ററിനെ പ്രസാദിപ്പിക്കുവാൻ ഒന്നും ചെയ്യണ്ട. ദൈവത്തോടെന്ന പോലെ ചെയ്താട്ടെ. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമെന്ന് കരുതി ചെയ്താട്ടെ. നമ്മള് ഈ പാട്ടിൽ കൂടി പാസ്റ്റർ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം ദാവീദ് എങ്ങനെ ആരാധിച്ചത്? മനുഷ്യന്റെ മുഖത്തെ നോക്കി ആരാധിച്ചോ? ഏറ്റവും ഹീനമായി ആരാധിച്ചെന്ന് ദൈവദാസനെ വേണ്ടിയിട്ട് കേട്ടു. അതിലും ഹീനമായി ആരാധിക്കാൻ റെഡിയാണ് ദാവീദ് എന്ന് നമ്മൾ ദൈവദാസിൽ നിന്ന് കേട്ടു. ആമേ സ്തോത്രം. അതെ, ദൈവത്തെ ആരാധിക്കുന്നതായിക്കോട്ടെ, ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതായിക്കോട്ടെ, ദൈവത്തിന് വേണ്ടി കർത്താവിന്റെ നാമത്തിൽ എന്ത് തന്നെ ചെയ്തിരുന്നാലും പൂർണ്ണ ആത്മാർത്ഥ ഹൃദയമുള്ളവരായി ചെയ്യാമെങ്കിൽ നിശ്ചയമായിട്ടും ഇന്ന് രാത്രിയിൽ നിങ്ങളോട് വിളിച്ചു പറയുന്നു, കർത്താവിന്റെ അനുഗ്രഹം നമ്മുടെ മേലിരിക്കും, നമ്മുടെ തലമുറകളിൽ വന്നു ചേരും. ആമേ സ്തോത്രം. അല്ലാത്തവരെ പറ്റിയിട്ട് കർത്താവിന്റെ വചനം പറയുന്നത് എന്താ? ശപിക്കപ്പെട്ടവനെന്നാ കർത്താവിന്റെ വചനം വിളിച്ചു പറയുന്നത്. ആമേ സ്തോത്രം. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. അങ്ങനെയെങ്കിൽ എത്രമാത്രം നമ്മൾ ആത്മാർത്ഥതയുള്ളവരായിരിക്കണം കർത്താവിന്റെ പ്രവൃത്തി ചെയ്യുന്നതിൽ. ആമേ സ്തോത്രം. പഠിക്കുന്ന വിദ്യാർത്ഥികളെ കേട്ടാട്ടെ.
ആമേൻ സ്തോത്രം. നിങ്ങളുടെ പഠന മേഖലകളിൽ നിങ്ങൾ എത്ര ഉത്സാഹമുള്ളവരായിരിക്കണം. കാരണം ഏൽപ്പിച്ചിരിക്കുന്നത് മാതാപിതാക്കളല്ല, ദൈവമെന്ന് കരുതി നിങ്ങൾ ഉത്തരവാദിത്വത്തോട് ചെയ്താട്ടെ. എന്നെ കേൾക്കുന്ന എംപ്ലോയിമാരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഇത് റെക്കോർഡിംഗ് ആണ്, തുടർന്നും യൂട്യൂബിൽ കൂടി സംപ്രേഷണം ചെയ്യുമ്പോൾ ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, ആമേൻ സ്തോത്രം, എംപ്ലോയിമാരാരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടാട്ടെ. ഹ്യൂമൻ മാസ്റ്റേഴ്സിനെ പ്രസാദിപ്പിക്കുന്നവരായിട്ടല്ല നിങ്ങളുടെ ജോലികൾ ചെയ്യേണ്ടത്. മുകളിൽ ഒരു കർത്താവുണ്ട് റിവാർഡ് തരാൻ. ആമേൻ സ്തോത്രം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തന്നെ കണ്ട് വിശ്വസ്തരായി ആത്മാർത്ഥ ഹൃദയമുള്ളവരായി നിങ്ങൾ ജോലികൾ ചെയ്താട്ടെ. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്നേ. ഉദാസീനതയോടെ ഒരു പ്രവൃത്തിയും ചെയ്യരുത്. ബിസിനസ്സുകാരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടാട്ടെ. നിങ്ങൾ നിങ്ങളുടെ ബിസിനസിന്റെ ഡ്രൈനെസ് കണ്ട് ഫെഡപ്പായി പോകരുതേ, ഉദാസീനരായി പോകരുത്. ആത്മാർത്ഥമായി തന്നെ ചെയ്താട്ടെ. ദൈവം നിങ്ങളെ ഓരോ പദ്ധതിയിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ശുശ്രൂഷകരാരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടാട്ടെ. ആമേൻ സ്തോത്രം. ശുശ്രൂഷയിൽ തളർന്നു പോകരുത്. ആമേൻ സ്തോത്രം. കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദിവ്യ ദൗത്യം, ആമേൻ സ്തോത്രം, ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതാ. ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിച്ച് മുന്നേറിയാട്ടെ. ഉദാസീനരായി പോകരുതേ അഭിഷിക്തന്മാരെ. ആമേൻ സ്തോത്രം. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടുകൂടി കർത്താവിനെ സ്നേഹിപ്പാനാ കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? എല്ലാത്തിനും ഒരു പൂർണ്ണത വേണം. നിശ്ചയമായിട്ടും പൂർണ്ണതയുടെ കർത്താവ് മാനിക്കുമെന്നേ. ആത്മാർത്ഥ ഹൃദയമായിട്ടാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ, ആമേൻ സ്തോത്രം, അത് ആത്മീയ ശുശ്രൂഷയായിക്കോട്ടെ, പുറത്തുള്ള ജോലി ആയിക്കോട്ടെ, പഠന മേഖലയായിക്കോട്ടെ, ദൈവമാണ് പദ്ധതികൾ ഓരോരുത്തരെയും ഏൽപ്പിച്ച് തന്നിരിക്കുന്നത്. തിരിച്ചറിഞ്ഞ് ക്രിസ്തുയേശുവിൽ പ്രയോജനപ്പെട്ടാട്ടെ. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ജ്ഞാനം കുറവാണെങ്കിൽ ജ്ഞാനം തരുന്ന യഹോവയായ ദൈവത്തോട് ചോദിച്ചാട്ടെ. ജ്ഞാനത്താൽ ദൈവം നിങ്ങളെ നിറയ്ക്കും, നിശ്ചയമായിട്ടും നിറയ്ക്കും. ആമേൻ സ്തോത്രം. നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, പൂർണ്ണ ഹൃദയത്തോടുകൂടി എന്തേൽപ്പിച്ചിരുന്നാലും പകുതി മനസ്സോടെ അരുത്. താല്പര്യത്തോടെ പൂർണ്ണ മനസ്സോടുകൂടി ചെയ്യാമെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവ് അതിനെ മാനിക്കും. ഇപ്പോഴൊന്നും അതിന്റെ റിസൾട്ട് കണ്ടില്ലെന്നിരിക്കാം. ആമേൻ സ്തോത്രം. വേണ്ടെന്നേ. പക്ഷേ നിങ്ങളുടെ കണ്ണുനീരിനെ കാണുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ അധ്വാനത്തെ കാണുന്ന ദൈവമുണ്ട്. എത്ര പേര് തിരിച്ചറിയുന്നു? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ ദൈവം അനുഗ്രഹിക്കാനാണ്, അതായത് അടുത്ത തലത്തിലേക്ക് കയറാനാണ് വിളിച്ചിരിക്കുന്നത്. എന്നും KG1 ഇരിക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല. KG2 കയറണം. ഇപ്പൊ സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല സ്വർഗം. ഉദാസീനരായി, ആമേൻ സ്തോത്രം, തോറ്റിരിപ്പാൻ സ്വർഗത്തിന്റെ ദൈവം ഒരു മേഖലയിലും ഒരു ദൈവ മക്കളെ പറ്റിയിട്ട് ആഗ്രഹിക്കുന്നില്ല. ജയിച്ച് മുന്നേറണം. ക്രിസ്തു എന്ന തലയോളം ഒന്ന് കേറി വരണം. ആമേൻ സ്തോത്രം. അരയോളം നിൽക്കാനല്ല, അല്ലെങ്കിൽ മുട്ടോളം നിൽക്കാനല്ല സ്വർഗത്തിലെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അരയോളമല്ല, നീന്തിട്ടില്ലാതെ കടപ്പാൻ കഴിയാത്തോളം ഒന്ന് കേറി വരണം. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഒരു ആത്മീയ യുദ്ധത്തിനായിട്ടാ. ഉദാസീനരായി ഒരു മൂലക്കിരിക്കാനല്ല. ദൗത്യം ഒരുപാടുണ്ട് ദൈവം ഇതിലെ. ആമേൻ സ്തോത്രം. എത്ര പേര് തിരിച്ചറിയുന്നു? അസാധാരണമായ ദൈവപ്രവൃത്തികൾക്കായിട്ട് നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കാമെങ്കിൽ, ആമേൻ സ്തോത്രം, എല്ലാ മടുപ്പിന്റെ സ്പിരിറ്റിനെയും സ്വർഗമെന്ന ആമേൻ സ്തോത്രം പുറത്താക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ സ്തോത്രം. മടുപ്പ് കൊണ്ട് നമുക്ക് ഒരിക്കലും മുന്നേറുവാൻ പറ്റത്തില്ല. യേശുവിന്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒരു ലേസിനസിനകത്ത് പിശാച് നിന്നെ കുരുക്കിയിട്ടിട്ടുണ്ടെങ്കിൽ, യേശു തന്നിട്ടുള്ള യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഈ രാത്രിയിൽ കൽപ്പിക്കുന്നു, പോകട്ടെ. ആമേൻ സ്തോത്രം. പൂർണ്ണ താല്പര്യത്തോടെ, പൂർണ്ണ മനസ്സോടെ ക്രിസ്തുവിൻ പത്രങ്ങളായി ശോഭിക്കപ്പെടുവാൻ സ്വർഗം നമ്മളെ വിളിച്ചിരിക്കുന്നു. മടുപ്പുളവാക്കി ഒരു കോണിലിരിക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല. ജ്വലിക്കുന്ന തീപ്പന്തങ്ങളായി. പത്രോസിനെ നോക്കിയാട്ടെ, സ്ഥിരോത്സാഹിയായിരുന്നു. കർത്താവ് വിളിക്കുന്നവരെ മടുപ്പുണ്ടായിരുന്നു. വിളിച്ചു കഴിഞ്ഞ പദ്ധതിയിലേക്ക് കയറിയപ്പോഴത്തേക്കും സ്ഥിരോത്സാഹിയായി ഓടിയ പത്രോസിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഓടിയ പൗലോസിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ദാവീദിനെ നോക്കിയാട്ടെ, വിളിയും തെരഞ്ഞെടുപ്പും ആ രാജാവിന്റെ മേലിൽ വന്നപ്പോൾ ആമേൻ സ്തോത്രം, പൂർണ്ണ മനസ്സോടെ, ആമേൻ സ്തോത്രം, മനുഷ്യനെ നോക്കാതെ, മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവരായി തീരാതെ, ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ഓടി. അബ്രഹാമിനെ നോക്കിയാട്ടെ. പഴയ നിയമവിശുദ്ധന്മാര്, പുതിയ നിയമവിശുദ്ധന്മാരെ പറ്റി പഠിച്ചാട്ടെ. അവരെല്ലാവരും പകുതി മനസ്സോടുകൂടിയല്ല നിന്നത്, പൂർണ്ണ മനസ്സോടുകൂടി കർത്താവിനെ വേണ്ടിയിട്ട് നിന്നു. അവർ കർത്താവിനെ മാനിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് തീരുമാനമെടുക്കുവാൻ സാധിക്കുന്നുണ്ട്? എന്റെ കർത്താവിന് വേണ്ടി ഞാൻ എന്റെ ഹൃദയത്തെ, പകുതി ഹൃദയത്തിൽ എത്തിരുന്നത് പൂർണ്ണ ഹൃദയത്തെ. ആമേൻ സ്തോത്രം. കൊലോസ്യർ
3:23 ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. മനസ്സോടെ ചെയ്യുവിൻ. മനസ്സോടെ ചെയ്യുന്നവരെ മാനിക്കും. ആമേൻ, സ്തോത്രം. ആർക്കെന്ന പോലെ ചെയ്യേണ്ടത്? മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യാമെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ആമേൻ, സ്തോത്രം, ഇന്ന് രാത്രിയിൽ ഒരു വ്യക്തിയും വെറുതെ മടക്കി എന്റെ സ്വർഗത്തിന് ദൈവം അയക്കത്തില്ല. ഈ തീരുമാനത്തോടെ നിങ്ങൾ കേട്ട് മടങ്ങാമെങ്കിൽ, മനസ്സോടെ എന്റെ കർത്താവിന് വേണ്ടി നിൽക്കാം എന്ന തീരുമാനത്തോടുകൂടി ഇന്ന് രാത്രിയിൽ മടങ്ങാമെങ്കിൽ, സ്വർഗത്തിലെ ദൈവം ശക്തമേറിയ അഭിഷേകത്തോടെ കർത്താവ് ഉപയോഗിക്കും, നിശ്ചയമായിട്ട് ഉപയോഗിക്കും. ആമേൻ, സ്തോത്രം. ശുശ്രൂഷകരായിക്കോട്ടെ, ജോലിക്കാരായിക്കോട്ടെ, ബിസിനസ്സുകാരായിക്കോട്ടെ, പഠിക്കുന്ന കുഞ്ഞുങ്ങളായിക്കോട്ടെ, കർത്താവാണ് നിങ്ങളെ ഈ ദിവ്യ ദൗത്യം ഏൽപ്പിച്ചിരിക്കും തിരിച്ചറിഞ്ഞാൽ, ആമേൻ, സ്തോത്രം, നിങ്ങൾ അസാധാരണമായി വിജയിച്ചിരിക്കും. അന്ത്യത്തോളം, നിത്യതയോളം നിങ്ങൾ ജയാളികളായിരിക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ പോവുക. അവൻ നിസ്യായ ദൈവമാണ്. നമ്മുടെ കർത്താവ് ജയക്കൊടിയായിരിക്കുന്ന ദൈവമാണ്. ആമേൻ, സ്തോത്രം. ഉദാസീനരുടെ കൂട്ടത്തിലല്ല നിൽക്കുന്നത്, ഉത്സാഹികളുടെ കൂട്ടത്തിൽ. എത്ര പേർക്ക് തീരുമാനം എടുക്കുവാൻ പറ്റുന്നുണ്ട്? ആമേൻ, സ്തോത്രം. ഞാൻ എന്റെ കർത്താവിന്റെ പക്ഷത്തിലുണ്ടെങ്കിൽ, എന്റെ പക്ഷത്തുണ്ടെങ്കിൽ ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. ഞാൻ ഒരു സ്ഥിരോത്സാഹിയായി മാറുവാൻ പോകുന്നു. എല്ലാ മടിപ്പിന്റെ ആത്മാവിനെ പുറത്താക്കി കളയുന്നു യേശുവിന്റെ നാമത്തിൽ. തീരുമാനത്തോടെ കർത്താവിനെ, തുടർന്നും കർത്താവിനെ പാടി ആരാധിക്കാം. ആമേൻ, സ്തോത്രം. ഉദാസീനതയോടെ അല്ല, താല്പര്യത്തോടെ, സന്തോഷത്തോടെ, പൂർണ്ണ മനസ്സോടെ. ദ ഫോർമോസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് കമാൻഡ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ലവ് ദ ലോർഡ് your God with all your heart, with all your strength, with all your mind. നമുക്ക് കർത്താവിനെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടുകൂടി കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണമേ. പരിശുദ്ധാത്മ നിറവിനാൽ തിരുഹിതം ചെയ്തിടുവാൻ. ഓ പരിശുദ്ധാത്മ നിറവിനാൽ തിരുഹിതം ചെയ്തിടുവാൻ. ഒരുമിച്ച്. ഓ പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണമേ. യേശുവേ, പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണമേ. ഓ പരിശുദ്ധാത്മ നിറവിനാൽ തിരുഹിതം ചെയ്തിടുവാൻ. പരിശുദ്ധാത്മ, പരിശുദ്ധാത്മ നിറവിനാൽ തിരുഹിതം ചെയ്തിടുവാൻ. ഘോരാന്ധ്ര താമസിൽ ദൈവങ്ങളാൽ അനുദിനമെരിഞ്ഞു ശോഭിക്കുവാൻ. ഘോരാന്ധ്ര താമസിൽ ദൈവങ്ങളായി അനുദിനമെരിഞ്ഞു ശോഭിക്കുവാൻ. അഗ്നിയിൽ അഭിഷേകം ചെയ്യണമേ, അനുഗ്രഹമരുളണമേ. അഗ്നിയൻ, ഓ അഗ്നിയൻ അഭിഷേകം ചെയ്യണമേ, അരുളണമേ. ആമേൻ, ആമേൻ. അഗ്നിയൻ അഭിഷേകം ചെയ്യണമേ, അനുഗ്രഹമരുളണമേ. ഓ പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണമേ. ആമേൻ. പുതിയ ശക്തി, പുതിയ കൃപ, ആമേൻ, പുതിയ സന്തോഷം പകരണമേ. പരിശുദ്ധാത്മ നിറവിനാൽ തിരുഹിതം ചെയ്തിടുവാൻ. ആമേൻ, ആമേൻ. പരിശുദ്ധാത്മ നിറവിനാൽ തിരുഹിതം ചെയ്തിടുവാൻ. സകലവും നിനക്കായി കീഴ്പ്പെടുത്താൻ കഴിയും നിൻ വ്യാപാര ശക്തിയിനാൽ. സകലവും നിനക്കായി കീഴ്പ്പെടുത്താൻ കഴിയും നിൻ വ്യാപാര ശക്തിയിനാൽ. താഴ്ചയുള്ള ഈ മൺശരീരം മഹത്വമതാക്കണമേ. താഴ്ചയുള്ള മൺശരീരം മഹത്വമതാക്കണമേ. താഴ്ചയുള്ള ഈ മൺശരീരം മഹത്വമതാക്കണമേ. ഓ പുതിയ ശക്തി, പുതിയ കൃപ, ഓ പുതിയ സന്തോഷം പകരണമേ. ആമേൻ. പുതിയ ശക്തി, പുതിയ കൃപ, ആമേൻ, പുതിയ സന്തോഷം പകരണമേ. ആമേൻ. പരിശുദ്ധാത്മ നിറവിനാൽ തിരുഹിതം ചെയ്തിടുവാൻ. ഓ
പരിശുദ്ധാത്മ നിറവിനാൽ തിരുഹിതം ചെയ്തിടുവാൻ. അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ ദിനമടയാളങ്ങൾ തിരുനാമത്തിൽ നടന്നിടുവാൻ. അത്ഭുതങ്ങൾ ദിനം അടയാളങ്ങൾ തിരുനാമത്തിൽ നടന്നിടുവാൻ. ആത്മവരങ്ങൾ ചൊരിയണമേ സഭയെ നീ ഉണർത്തണം. ഒരുമിച്ച് പാടാം. ആത്മവരങ്ങൾ ചൊരിയണം സഭയെ നീ ഉണർത്തണം. ആത്മവരങ്ങൾ ആത്മവരങ്ങൾ ചൊരിയണമേ സഭയെ നീ ഉണർത്തണം. ഉണർത്താം ഉണർവ്. പുതിയ ശക്തി പുതിയ കൃപ പുതിയ സന്തോഷം പുതിയ സന്തോഷം പുതിയ കൃപ പുതിയ ശക്തി എന്റെ മേൽ പകരണം. പുതിയ കൃപ പുതിയ ശക്തി പകരണം. ആമേൻ. പരിശുദ്ധാത്മ നിറവിന പരിശുദ്ധാത്മ നിറവ് തിരുഹിതം ചെയ്യുവാനുള്ള ശക്തി. പരിശുദ്ധാത്മ നിറവിനാൽ തിരുഹിതം ചെയ്യുവാൻ. ഓ സിയോനിൽ തീർത്തു പ്രിയൻ മഹത്വത്തിൻ തേജസ്സിൽ വെളിപ്പെടുമ്പോൾ. സിയോനിൽ പണിതി തീർത്തു പ്രിയൻ മഹത്വത്തിൻ തേജസ്സിൽ വെളിപ്പെടുമ്പോൾ. ദൈവശക്തിയിനാൽ മറുരൂപമാകുമേ നൊടിയിടയിൽ. ആമേൻ. നൊടിയിടയിൽ ദൈവശക്തിയിനാൽ മറുരൂപമാകുമേടയിൽ ദൈവശക്തിയാൽ നോടിയിടയിൽ ദൈവശക്തിയിനാൽ മറുരൂപം. നോടിയിടയിൽ കണ്ണുവയ്ക്കുന്ന മാത്രയിൽ നോടിയിടയിൽ ദൈവശക്തിയിനാൽ മറുരൂപമാകുമേ നാം. ഓ പുതിയ ശക്തി പുതിയ കൃപ. ആമേൻ. പുതിയ സന്തോഷം പാദമാരാധി. ഓ പുതിയ ശക്തി പുതിയ കൃപ പുതിയ സന്തോഷം പകരണമേ. ആമേൻ. പരിശുദ്ധാത്മ നിറവിനാൽ തിരുഹിതം ചെയ്തിടുവാൻ. ഓ പരിശുദ്ധാത്മ നിറവിനാൽ തിരുഹിതം ചെയ്തിടുവാൻ. പരിശുദ്ധാത്മ നിറവിനാൽ തിരുഹിതം ചെയ്തിടുവാൻ. ഈ ദുഷ്ടലോകത്തിൻ മാലിന്യങ്ങൾ ലേശവുമേശാതെ ജീവിക്കുവാൻ. ഈ ദുഷ്ടലോകത്തിൻ മാലിന്യങ്ങൾ ലേശവുമേശാതെ ജീവിക്കുവാൻ. വരുമടരിൽ ജയം പ്രാപിക്കുവാൻ. അമിതബലം കർത്താവിനവൻ അമിതബലത്തിലും വരുമടരിൽ ജയം പ്രാപിക്കുവാൻ. അമിതബലം തരണേ. ആമേൻ ആമേൻ ആമേൻ. വരുമടരിൽ ജയം പ്രാപിക്കുവാൻ അമിതബലം തരണേ. ആമേൻ. ഹോ പുതിയ ശക്തി പുതിയ സന്തോഷം പകരണമേ. ആമേൻ. പുതിയ ശക്തി ശക്തി ആവശ്യമുള്ളവർ ഒരു കൃപ ആവശ്യമുള്ളവർ ഇന്ന് രാത്രിയിൽ പറ. പുതിയ അഭിഷേകം ഒരു പുതിയ കൃപ എനിക്ക് വേണം കർത്താവേ. ഒന്നുകൂടി ഒന്ന് കത്തിക്കണമേ. കൈവപ്പിനാൽ പകരപ്പെട്ട ആത്മാവിനെ ഉജ്ജ്വലിപ്പിക്കണമേ. തിരുഹിതം ചെയ്തിടുവാൻ. പരിശുദ്ധാത്മ നിറവിനാൽ തിരുഹിതം ചെയ്തിടുവാൻ. ഓ പരിശുദ്ധം കർത്തനെ വിടുന്നു ശക്തിയോടെ രക്തത്താൽ കഴുകും രക്തത്താൽ ജയിക്കും ശക്തിയോടെ സേവ ചെയ്യുവാൻ. രക്തത്താൽ കഴുകും രക്തത്താൽ ജയിക്കും ശക്തിയോടെ സേവ ചെയ്യുവാൻ. പുത്രൻ അഭിഷേകം കർത്തനേകിടുന്നു ശക്തിയോടെ സേവ ചെയ്യുവാൻ. രക്തത്താൽ കഴുകും രക്തത്താൽ ജയിക്കും ശക്തിയോടെ സേവ ചെയ്യുവാൻ. രക്തത്താൽ കഴുകും രക്തത്താൽ ജയിക്കും ശക്തിയോടെ സേവ. കൃപ വ്യാപരിക്കട്ടെ കൃപ വ്യാപരിക്കട്ടെ ബലമേറ്റെടുക്കട്ടെ ബലമേറ്റെടുക്കട്ടെ. കൃപ
കൃപ വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ, ബലമേറ്റെടുക്കട്ടെ, ബലമേറ്റെടുക്കട്ടെ, വ്യാപരിക്കട്ടെ. ആരാധുരവാനാവേ ശൈലവാനാരേ വാരേ ശാരാധി വാരേ വാരേ. കൃപ വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ, ബലമേറ്റെടുക്കട്ടെ, ബലമേറ്റെടുക്കട്ടെ. ഓ കണ്ണുനീരും താഴ്വര കടന്നിടുമ്പോൾ മുൻമഴയ അനുഗ്രഹം അയച്ചിടുന്നു. കണ്ണുനീരും താഴ്വര കടന്നിടുമ്പോൾ മുൻമഴയ അനുഗ്രഹം അയച്ചിടുമ്പോൾ മേൽക്കുമേൽ ജയം തന്നു നടത്തിയിരുന്നു. തോൽവിയില്ലാതവൻ നടത്തിയിരുന്നു. ആമേൻ. മേൽക്കുമേൽ ജയം തന്നു നടത്തിയിരുന്നു. തോൽവിയില്ലാതവൻ നടത്തിയിരുന്നു. ആമേൻ. മേൽക്കുമേൽ ജയം തന്നു നടത്തിയിരുന്നു. ഓഹോ, തോൽവിയില്ലാതിശു നടത്തിയിരുന്നു. അഭിഷേകം കത്തനേകിടുന്നു. സേവ ചെയ്യുവാൻ രക്തത്താൽ കഴുകും, രക്തത്താൽ ജയിക്കും. ശക്തിയോടെ തൻ സേവ ചെയ്യുവാൻ രക്തത്താൽ കഴുകും, രക്തത്താൽ ജയിക്കും. കൃപ വ്യാപരിക്കട്ടെ, ബലമേറ്റെടുക്കട്ടെ, ബലമേറ്റെടുക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, ബലമേറ്റെടുക്കട്ടെ. നദിയോളം മുട്ടോളമല്ല, ആരയോളമല്ല ഈ ആത്മാവിൻ നദി. അല്ല, ആരിയണിയോളമല്ല, മുട്ടോളമല്ല, ആരയോളമല്ല ആത്മാവിൻ നദി. ആമേ. നീന്തിയിട്ടല്ലാതെ കടന്നിടാത്ത അഭിഷേകത്തിൻ നദിയായ നീന്തിയിട്ടില്ലാതെ കടന്നിടാത്ത അഭിഷേകത്തിൻ നദി. ഒരു നദിയുണ്ട്. നീന്തി ആമേൻ. അഭിഷേകത്തിൻ നദിയായ ചീടുന്നു. അഭിഷേകം കത്തനേകിടുന്നു. ശക്തിയോടെ സേവ ചെയ്യുവാൻ, ആ ശക്തി പ്രാപിക്കുവാൻ രക്തത്താൽ ജയം. ശക്തിയോടെ തൻ സേവ ചെയ്യുവാൻ രക്തത്താൽ കഴുകും, രക്തത്താൽ ജയിക്കും. ശക്തിയോടെ തൻ സേവ ചെയ്യുവാൻ വ്യാപരിക്കട്ടെ, ബലമേറ്റെടുക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, ബലമേറ്റെടുക്കട്ടെ, ബലമേറ്റെടുക്കട്ടെ. അന്ധകാരം ഭൂമിയെ മൂടിയിരുന്നു, കൂരിട്ടു ജാതിയെ മൂടിയിരുന്നു. ഓ അന്ധകാരം ഭൂമിയെ മൂടിയിരുന്നു, കൂരിട്ടു ജാതിയെ മൂടിടുമ്പോൾ യഹോവ വെളിച്ചമായി ഉദിച്ചിരുന്നു. തന്റെ ശക്തി ഇതാ വീണ്ടും അയച്ചിരുന്നു. യഹോവ വെളിച്ചമായി ഉദിച്ചിരുന്നു. തന്റെ ശക്തി ഇതാ വീണ്ടും അയച്ചിരുന്നു. യഹോവ വെളിച്ചമായി ഉദിച്ചിരുന്നു. ഇതാ വീണ്ടും അയച്ചിരുന്നു. അഭിഷേകം ശക്തിയോടെ തൻ സേവ ചെയ്യുവാൻ രക്തത്താൽ കഴുകും, രക്തത്താൽ ജയിക്കും. ശക്തിയോടെ തൻ സേവ ചെയ്യുവാൻ രക്തത്താൽ കഴുകും, രക്തത്താൽ ജയിക്കും. ശക്തിയോടെ തൻ സേവ ചെയ്യുവാൻ ബാല്യക്കാരോ ക്ഷീണിച്ചു തളർന്നു പോകും, യൗവനക്കാരോ വേഗം ഇടറി വീഴും. ഓ ബാല്യക്കാരോ ക്ഷീണിച്ച് തളർന്നു പോകും, വേഗം ഇടറി വീഴും. ആമേൻ. യഹോവയെ കാത്തിരുന്ന ശക്തി പുതുക്കും, കഴുകൻ പോലെ ചിറകടിച്ചുയരും. യഹോവയെ കാത്തിരുന്ന ശക്തി പുതുക്കും. ശക്തി രാത്രിയിൽ യഹോവയെ കാത്തിരുന്ന ശക്തി പുതുക്കും, കഴുകൻ പോലെ. ഈ സമയം പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് വചനം ശ്രവിക്കുവാനായി നമ്മളെ തന്നെ ഒരുക്കുക. നമുക്ക് ഈ സമയത്ത് സങ്കീർത്തനങ്ങൾ 113 4 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: യഹോവ സകല ജാതികൾക്കും മീതെ, അവന്റെ മഹത്വം ആകാശത്തിന് മീതെ ഉയർന്നിരിക്കുന്നു. യഹോവയുടെ മഹത്വം ആകാശത്തിന് മീതെ ഉയർന്നിരിക്കുന്നു എന്ന് പറയുന്നു. അതിനുശേഷം 6 വാക്യത്തിൽ പറയുന്നു:
ആകാശത്തിലും ഭൂമിയിലും ഉള്ളവ അവൻ കുനിഞ്ഞു നോക്കുന്നു. യഹോവ നമ്മളെ നോക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു ദൈവം നമ്മളിപ്പോൾ ആയിരിക്കുന്ന എവിടെയാണോ അവിടെ നമ്മളെ കാണുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ അതിന്റെ ശേഷമുള്ള 2 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: അവൻ എളിയവനെ പൊടിയിൽ നിന്നും എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തുകയും ചെയ്യുന്നു. ഏതവസ്ഥയിലായിരുന്നാലും നമ്മളെ കാണുന്ന ഒരു ദൈവത്തിന്റെ കീഴിലാണ് നമ്മളായിരിക്കുന്നത്. ഈ സമയത്ത് വചനത്തിന്റെ കീഴിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളെ ആകാശത്തിനും ഭൂമിയിലേക്കും കുനിഞ്ഞു നോക്കുന്ന ആ ഒരു പിതാവിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. ആ യഹോവയായ ദൈവം നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ കണ്ട് നമ്മളോട് സംസാരിപ്പാൻ മതിയായ ദൈവമാണ്. ദരിദ്രനെ കുപ്പയിൽ നിന്ന് എഴുന്നേൽക്കുകയും എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു യഹോവയുടെ ദൈവത്തിന്റെ മുഖത്തേക്കാണ് നമ്മൾ ഈ സമയത്ത് നോക്കുന്നത്. നമുക്ക് ആ വചനത്തിന്റെ കീഴിൽ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ, നമ്മൾ താഴ്ന്നിരിക്കുമ്പോൾ ദൈവം നമ്മളോട് ആ വചനത്തിലൂടെ സംസാരിക്കും. ഇന്ന് രാത്രിയിൽ നമുക്ക് നമ്മളെ തന്നെ ഈ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ കീഴിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മളോട് കൃത്യമായി സംസാരിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗസ്വപിതാവേ, ഞങ്ങൾ ഈ സമയം കർത്താവെ, ഈ രാത്രിവേള കർത്താവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു. ഞങ്ങളെ കർത്താവെ, ഹല്ലേലൂയ, ആകാശത്തിനും ഭൂമിയിലേക്കും കർത്താവെ അങ്ങ് നോക്കുമ്പോൾ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ വ്യക്തിപരമായി കാണുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടെ ഞങ്ങൾ കർത്താവെ ആയിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങളോട് കർത്താവ് സംസാരിക്കണം. അങ്ങയുടെ വചനം കർത്താവെ അങ്ങയുടെ ആത്മാവിന്റെ ശക്തിയാൽ വെളിപ്പെട്ട് വരുവാനും ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയങ്ങളോട് കർത്താവെ അത് ഇടപെടുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം വരുവാനും കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങൾ മാറുവാനും അത് കാരണമായി തീരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ന് എളിയവനെ കർത്താവെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും കർത്താവെ, ഹല്ലേലൂയ, ദരിദ്രനെ കുപ്പയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾ അറിയുന്നു കർത്താവെ, ഞങ്ങളുടെ അവസ്ഥകൾ ഞങ്ങൾ മറക്കുന്നു കർത്താവെ, ഹല്ലേലൂയ. ഞങ്ങളെ കർത്താവെ എവിടെ ആയിരുന്നാലും ഞങ്ങളെ കർത്താവെ, ഹല്ലേലൂയ, റിസ്റ്റോർ ചെയ്യുവാൻ അങ്ങയുടെ ശക്തിക്ക് മതിയായവനാണല്ലോ കർത്താവെ അങ്ങ്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി കർത്താവെ, ഈ സമയത്ത് വചനത്തിന്റെ കീഴിലായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോടും അങ്ങ് സംസാരിക്കണം. അവരുടെ അവസ്ഥകൾ അറിഞ്ഞ് കർത്താവെ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് കർത്താവെ ഇന്ന് ഇടപെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ശരീരങ്ങളെ, അവരുടെ മനസ്സുകളെ കർത്താവെ ഇന്ന് ഏകാഗ്രതയോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ അവരെ സഹായിക്കണം. വചനം സംസാരിക്കുന്ന ദൈവദാസനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ, ഹല്ലേലൂയ. അങ്ങയുടെ വചനം, അങ്ങയുടെ ആത്മാവിന്റെ ശക്തിയാൽ എഴുതപ്പെട്ട വചനം കർത്താവെ ഇന്ന് ദൈവദാസനിലൂടെ സംസാരിക്കുമ്പോൾ കർത്താവെ അത് അനേകർക്ക് ജീവനുള്ള കർത്താവെ വചനമായി തീരുവാനും അത് കർത്താവെ കേൾക്കുന്നവരെല്ലാവരും കർത്താവെ അനുഗ്രഹത്തോടെ കടന്നു പോകാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരിക്കൽ കൂടി കർത്താവെ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിന്റെ കീഴിലേക്ക് ഓരോരുത്തരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ദൈവദാസനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനവും മഹത്വവും സ്വർഗത്തിലെ അപ്പന് തന്നെ. ആമേൻ. ആമേൻ, ആമേൻ. കഥാ പ്രാർത്ഥന കേട്ടതിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. സർവശക്തനായ ദൈവത്തിന് പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരിക്കൽ കൂടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അറിയിക്കുന്നു. കഥാവ് നമ്മളെല്ലാവരെയും സൂക്ഷിച്ച വിധങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നതായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഈ ദിവസങ്ങളിലും കർത്താവ് ക്ഷേമത്തോടെ നമ്മളെ നിലനിർത്തട്ടെ. നമ്മുടെ ആത്മാവ് ഈ ദിവസങ്ങളിലും ബലപ്പെടുന്ന അനുസരിച്ച് നമ്മുടെ ശാരീരികമായ മാനസികമായ തലങ്ങളെല്ലാം ദൈവം ഈ ദിവസങ്ങളിൽ നമ്മളെ ബലപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ സകലത്തിലും നമ്മൾ ശുഭവും സുഖവുമായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ആഴ്ച ഇത് കേൾക്കുന്ന എല്ലാവർക്കും ദൈവം നൽകിയെന്ന് വിശ്വസിക്കുന്നു. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറിയ അനുഗ്രഹങ്ങളാൽ ദൈവം നമ്മളെ വഴി നടത്തട്ടെ, കൃപകളാൽ ദൈവം നമ്മളെ നിറയ്ക്കട്ടെ. ഇപ്പോൾ നടക്കുന്ന ദൈവിക ശുശ്രൂഷ കേൾക്കുന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു നടക്കുന്ന ശുശ്രൂഷ മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹമാണെങ്കിൽ ഞങ്ങളെയും അറിയിക്കണമെന്ന് ഞാൻ വീണ്ടും താഴ്മയെ അപേക്ഷിക്കുന്നു. അത് ഞങ്ങൾക്കും ഒരു പ്രചോദനമായിരിക്കും. കൂടുതൽ കർത്താവിൽ ഈ ദിവസങ്ങൾ നമ്മൾ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും നമ്മുടെ ജീവിതം ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ തക്കോണം. ഏത് ശുശ്രൂഷയാണെങ്കിലും, ഏത് വചന ശുശ്രൂഷയാണെങ്കിലും, ആരാധനകളാണെങ്കിലും അതെല്ലാം കർത്താവിനോട് ഈ ദിവസങ്ങളിൽ നമ്മൾ അടുപ്പിക്കുവാൻ യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ നമ്മൾ കാണപ്പെടുവാൻ തക്കോണം മുഖാന്തരങ്ങളാക്കി ദൈവം മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരത്തോടെയോ ദുഃഖത്തോടെയോ വേദനയോടെ ആരെങ്കിലും ഒക്കെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ആരാധന മുഖാന്തരം നിങ്ങളുടെ ജീവിതങ്ങളിൽ ആശ്വാസവും ബലവും ദൈവകൃപയും വിശ്വാസവും എല്ലാം കർത്താവ് വെളിപ്പാടുകളും ദൈവം നൽകട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ പലയിടങ്ങളിലായി നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ കേൾക്കപ്പെട്ട ദൈവിക ആലോചനയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് പറയപ്പെട്ട വചനത്തിന് തുടർമാനമായി വീണ്ടും
ആണ് പരിശുദ്ധാത്മാവിൽ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ കുറിവാക്യമായിട്ട് നമുക്ക് കൊളോസ്യർക്ക് ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം നമുക്ക് കുറിവാക്യമായിട്ട് വായിക്കാം. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. ചുറ്റുമുള്ളവർക്ക് അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു കൂട്ടം ജനത്തിൻ്റെ മധ്യേ ആയിരിക്കുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ പ്രത്യാശ, അവർക്ക് പലതിനും പ്രത്യാശ ഉണ്ടായിരിക്കാം, നമുക്കും പ്രത്യാശ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ, ഏറ്റവും വലിയ പ്രതീക്ഷ, ഏറ്റവും വലിയ ശക്തി, ഏറ്റവും വലിയ മാന്യത മറ്റൊന്നുമല്ല, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു പുറത്തലിരിക്കുന്നത് നമ്മുടെ ഉള്ളങ്ങളിൽ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു മറ്റേതെങ്കിലും മഹത്വമല്ല, മറ്റെന്തെങ്കിലും ഭൗമികമായ കാര്യങ്ങളിലല്ല പ്രത്യാശയല്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ നൽകുന്ന പ്രത്യാശ നമുക്ക് ഒരു മഹത്വമുണ്ട് എന്നുള്ളൊരു പ്രത്യാശയാണ്. നിരാശയോടെയോ ഭാരത്തോടെയോ ദുഃഖത്തോടെയോ വേദനയോടെയോ ഒക്കെ ആയിരിക്കുന്ന അവസ്ഥകളിൽ ഒരു വ്യക്തിയെ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തോളം വിശ്വാസ ജീവിതത്തിൽ പിടിച്ചു നിർത്തുന്നത് എന്തെങ്കിലും ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങളല്ല. ഈ ലോകത്തിൻ്റെതായ മഹത്വം ലഭിച്ച അനവധി പേർ ഉണ്ട്. കേൾക്കുന്ന പലർക്കും നമ്മൾ ചെയ്ത ജോലിയിലോ, നമ്മൾ ചെയ്ത ബിസിനസ്സിലോ, നമ്മൾ ചെയ്ത ശുശ്രൂഷകളിലോ, അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന ജോലി മണ്ഡലങ്ങളിലോ ഒക്കെ നമ്മൾ ചെയ്ത കരവിരുത്, നമ്മുടെ കഴിവുകൾ ഒക്കെ മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ ചില മഹത്വങ്ങൾ കടന്നു വന്നേക്കാം. പക്ഷേ ആ മഹത്വങ്ങൾ എല്ലാം നീങ്ങിപ്പോകുന്നതാണ്. നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ അവസാനിക്കുന്നതോടെ ആ മഹത്വവും അതോടുകൂടെ തീരും. ഇന്ന് ലോകത്ത് എത്ര പ്രസിദ്ധരായ ആൾക്കാരുണ്ടെങ്കിലും അവരുടെ പേരുകൾ അല്പം കഴിയുമ്പോൾ അത് മാഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പക്ഷേ ദൈവത്തിന് മാനവജാതിയെ പറ്റിയുള്ള പ്രതീക്ഷ, അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ വിശ്വസിക്കുന്നു, കർത്താവിൽ യേശുവിൽ വിശ്വസിച്ച് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ആരെല്ലാം ഇത് കേൾക്കുന്നുണ്ടോ അവരുടെ എല്ലാം ജീവിതത്തിൽ ഒരു മഹത്വീകരണം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമ്മളെ സൃഷ്ടിച്ച ദൈവം മഹത്വത്തിൽ വാഴുന്ന രാജാതിരാജാവായ ദൈവമാണ്. ആ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മഹത്വത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഞാൻ വിഷയത്തിലേക്ക് വേഗത്തിൽ വരുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ കാര്യങ്ങൾ ഈ വാക്യവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിച്ചപ്പോൾ അല്പം ചില കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ വന്നുള്ളൂ. എന്നാൽ കൂടുതൽ ഈ സമയം ഇതുമായി ബന്ധപ്പെട്ട വചനത്തെ ആധാരമാക്കി ഞാൻ ധ്യാനിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് മറിഞ്ഞു കിടക്കുന്നതായിട്ട് ആണ് എനിക്ക് മനസ്സിലായത്. ഒരിക്കലും ഇന്ന് രാത്രിയിൽ സംസാരിച്ചാൽ അത് തീരത്തില്ല. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഹേമിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തയ്ക്ക് ആധാരമാക്കാം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കൂടുതൽ പ്രകാശനം നമ്മുടെ ജീവിതത്തിൽ ഇതുമായി ബന്ധപ്പെടുത്തി നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന പല ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, വൈഷമ്യ ഘട്ടങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ തന്നെ ആയിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ ശുശ്രൂഷാ മണ്ഡലങ്ങളിലായിരിക്കാം. അതിൻ്റെയൊക്കെ മുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ പലപ്പോഴും തളർന്നു പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. ഒരുപക്ഷെ നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, ദുഃഖങ്ങൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം, നിന്ദകൾ കടന്നു വന്നേക്കാം. പക്ഷേ അതിനെയൊക്കെ മറികടക്കുവാൻ കഴിയുന്നത് ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മൾ എത്ര നാൾ ഇരിക്കുന്നുവോ അത്രയും നാൾ നമുക്ക് ഇതിനെ മറികടക്കുവാൻ സാധിക്കും. ക്രിസ്തുവിനെ വിട്ട് നമുക്ക് എങ്ങും പോകുവാൻ കഴിയത്തില്ല. ആ കർത്താവിനെ ഈ ദിവസങ്ങൾ നമുക്ക് മുറുകെ പിടിക്കാം. ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ നാശമല്ല. ദൈവത്തിൻ്റെ പദ്ധതി നമുക്കായ ശുഭഭാവി ഈ ഭൂമിയിൽ മാത്രമല്ല, വരാനിരിക്കുന്ന യുഗത്തിലും ശുഭമായൊരു ഭാവി ദൈവം കരുതിയിട്ടുണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. ഈ ഭൂമിയിൽ
ജീവിക്കുമ്പോൾ നമുക്ക് എത്ര നാൾ ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. നാളെപ്പറ്റി ആർക്കും അറിയത്തില്ല. ഇത് കേൾക്കുന്ന ആർക്കും ഞാൻ അടുത്ത 100 വർഷം ജീവിക്കുമെന്ന് ഒരു ഇൻഷുറൻസ് കമ്പനികൾക്കും ഗ്യാരണ്ടി തരാൻ കഴിയത്തില്ല. പക്ഷേ ഒരു ഗ്യാരണ്ടി ദൈവത്തിൻ്റെ വചനം പറയുന്നു. സ്തോത്രം. ദൈവത്തോടുകൂടി നിത്യം നിത്യം വസിക്കുവാനാണ് ദൈവമക്കളെ ദൈവം വിളിച്ചിരിക്കുന്നത് എന്ന വാസ്തവം ആമേൻ ഒരു സത്യമാണ്. അത് ഈ ദിവസങ്ങളിലും തിരിച്ചറിയുവാൻ ഈ പരിശുദ്ധാത്മാവ് നമുക്ക് കൂടുതൽ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളടുക്കും തോറും ആ കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിന് ആയുസ്സിന് നീളം കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും, നമ്മുടെ കഷ്ടങ്ങൾക്കൊരു പക്ഷേ ആധിക്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും, ഇന്ന് നിത്യവിശ്വാസന പറയാൻ, കർത്താവേ, ഇന്ന് ഞാൻ പോകുന്ന കഷ്ടങ്ങൾ ഒരിക്കലും എൻ്റെ നാശത്തിന് വേണ്ടിയല്ല, അതൊക്കെ തീരുന്നതാണ്. പക്ഷേ ഒരുപക്ഷെ ഞാൻ അനുഭവിക്കുന്ന ചില മഹത്വങ്ങൾ, ചില പുകഴ്ചകൾ, മനുഷ്യനിൽ നിന്ന് വരുന്ന ചില ഉയർച്ചകളൊക്കെ, ആമേൻ, എൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഉയർച്ചകളൊക്കെ, ആമേൻ, അതൊക്കെ തീരുന്നതാണ്. പക്ഷേ അതിനപ്പുറത്ത് മഹത്വത്തിൻ്റെ മഹത്വത്തിലേക്കും തേജസ്സിലേക്കും എന്നെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവസന്നിധിയിലേക്കാണ് നമ്മൾ അടുത്ത് വന്നിരിക്കുന്നത്. ആ കർത്താവിൻ്റെ ഹിതം മറ്റൊന്നുമല്ല, ആമേൻ, ഈ ദിവസങ്ങളിലും ആ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ, ആ മഹത്വീകരണത്തിലേക്ക് നയിക്കുവാനാണ് ദൈവമക്കളെ ദൈവം വിളിച്ചിരിക്കുന്നത്. അത് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, ഇതൊരു അഹങ്കാരമല്ലേ, നമ്മളെയൊക്കെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണോ? അതേ, ദൈവത്തിൻ്റെ പദ്ധതി തന്നെയാണ് ദൈവമക്കളുടെ ആമേൻ മഹത്വീകരണം. കാരണം അതിലൂടെയാണ് ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കുന്നത്. എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആമേൻ എന്തെങ്കിലുമൊക്കെ ആകുന്നുണ്ടെങ്കിൽ, നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, അതെല്ലാം കർത്താവിൻ ദൈവത്തിൻ്റെ മഹത്വത്തിനായി തീരുവാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന എല്ലാ നന്മകളും അത് ദൈവനാമം മഹത്വത്തിനാക്കി തീരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അനേകർ ഈ ജീവിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടണം, അനേകർ ഈ സത്യത്തിലേക്ക് കടന്നു വരണം, അനേകർ ഈ മഹത്വത്തിൻ്റെ പങ്കാളികളായി തീരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളെ തകർക്കുവാനുള്ള പദ്ധതിയല്ല ഈ ദിവസങ്ങളിലും ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആമേൻ, ആ കർത്താവിനോട് ചേർന്ന്, ആമേൻ, ഈ ദിവസങ്ങളിലും ഈ ഭൂമിയിലുള്ള ആമേൻ ചില മഹത്വങ്ങൾ ദൈവം തന്നേക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും ആമേൻ ദൈവം അത് നൽകിയിട്ടുണ്ട്. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 43-7 വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു. എങ്ങനെ പറയുന്നു? എൻ്റെ നാമത്തിൽ വിളിച്ച് എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച്. കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാം. സ്തോത്രം. എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. കണ്ണുണ്ടായിട്ടും കുരുടന്മാരായും ചെവിയുണ്ടായിട്ടും ചെകിടന്മാരായും ഇരിക്കുന്ന ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുവരുവിൻ. അതെ, അവരെ പുറപ്പെടുവിച്ചു കൊണ്ടുവരുവിൻ. അവരെ എൻ്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടാണ് ദൈവം തൻ്റെ ജനത്തെ സൃഷ്ടിച്ചത്. ആ ദൈവത്തിൻ്റെ മഹത്വം ഈ ഭൂമിയിൽ വെളിപ്പെടുവാൻ ആമേൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? നമുക്ക് ചിന്തിച്ചു നോക്കാം. ജനസിസ് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. അവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആമേൻ മണ്ണുകൊണ്ടാണെങ്കിലും ആമേൻ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ. ജനസിസിൻ്റെ അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അവിടെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യന്റെ രൂപത്തിലും സാദൃശ്യത്തിലുമല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സ്വരൂപത്തിലാണ്. ആത്മീയമായിട്ടുള്ള അർത്ഥമാണ് അതിന് കൂടുതൽ. ദൈവം നമ്മളെപ്പോലെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഫിസിക്കലി അങ്ങനെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിലും സ്പിരിച്വലി, അല്ലെങ്കിൽ ആ ദൈവം തന്നിരിക്കുന്ന താലന്തുകൾ, സ്വഭാവങ്ങൾ പലതും ദൈവികമായ സ്വഭാവമാണ് മനുഷ്യൻ നൽകിയത്. മൃഗങ്ങൾക്ക് കൊടുത്തിട്ടില്ല, പക്ഷിമൃഗാദികൾക്ക് കൊടുത്തില്ല, ആമേൻ, അതേ സസ്യാദികൾക്ക് കൊടുത്തില്ല. ദൈവത്തിന്റെ ഛായയിലാണ് ഇത് കേൾക്കുന്ന ഞാൻ മാത്രമല്ല, ഇത് കേൾക്കുന്ന ഓരോ വ്യക്തി, മനുഷ്യരായ ആരെല്ലാം പിറന്നോ അവരെല്ലാവരും ദൈവം സൃഷ്ടിച്ചിട്ടാണ് ഈ ഭൂമിയിലായിരിക്കുന്നത്. അവരെല്ലാം ദൈവത്തിന്റെ ഛായയിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ഒരു മഹത്വകരമായ ശരീരത്തിലായിരുന്നു ഇവർ ജീവിച്ചിരുന്നത്. അതെ, അവിടെ മനുഷ്യന്റെ മഹത്വം അല്ലെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടിയെപ്പറ്റി ഉൽപ്പത്തി പുസ്തകത്തിന് 1-ാം അധ്യായം പറയുമ്പോൾ 2-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ പെർഫെക്ഷൻ എത്രമാത്രം പെർഫെക്റ്റ് ആയിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 2-ാം അധ്യായം സൂക്ഷ്മമായി വായിച്ചാൽ നമുക്കത് മനസ്സിലാകും. അവിടെ 2-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ, 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മാനവരാശി അല്ലെങ്കിൽ ആ മഹത്വത്തിൽ നിന്നും
മനുഷ്യൻ വീണു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവിടെ ദൈവം ഇവരെ സൃഷ്ടിച്ചപ്പോൾ ഇവർക്ക് ഏതെങ്കിലും നല്ല ഡ്രസ്സ് കൊടുത്തിട്ടല്ല ദൈവം സൃഷ്ടിച്ചത്. അന്ന് ഡ്രസ്സ് ഇടാതെ അവർ നടന്നിരുന്നത്. പക്ഷെ അവർ നഗ്നരല്ലായിരുന്നു എന്നാണ് തിരുവചനത്തിൽ മനസ്സിലാകുന്നത്. കാരണം ഇവര് നന്മതിന്മകളുടെ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ച് കഴിയുമ്പോൾ, കഴിക്കരുത് എന്ന് ദൈവം പറഞ്ഞപ്പോൾ അത് കഴിക്കരുതെന്ന് ദൈവം വിലക്കിയിരുന്നു. പക്ഷെ ഇത് ഭക്ഷിച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ പെട്ടെന്ന് ഇവർക്ക് മനസ്സിലായത്, ഇവർക്ക് ഒരു ശരീരത്തിൽ ഇവർക്ക് ഒരു വസ്ത്രമില്ല എന്നുള്ള വാസ്തവം. കാരണം വചനത്തിൽ വ്യക്തമായി എഴുതിയിട്ടില്ലെങ്കിലും പല പണ്ഡിതന്മാരും പറയുന്നത് ദൈവത്തിന്റെ മഹത്വത്തിലാണ് ഇവരെ പൊതിഞ്ഞിരുന്നത്. ആ മഹത്വം എങ്ങനെയായിരുന്നുവെന്ന് ആർക്കും അറിയില്ല. പക്ഷേ അവർക്ക് ആ പെർഫെക്ഷൻ ഉണ്ട്. അവർക്ക് ജീവിതത്തിൽ സകലതും ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതെന്ന് ദൈവം കണ്ടപ്പോൾ, എല്ലാം ശ്രേഷ്ഠമായ ഒരു അനുഭവത്തിൽ അവർ ജീവിച്ചിരുന്നപ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മനുഷ്യൻ ആ മഹത്വത്തിൽ നിന്നും മനുഷ്യൻ വീണു പോവുകയാണ്. അവര് ഒരു താഴ്ചയുടെ അനുഭവത്തിലേക്ക് പോയി. അതാണ് ഫോളൻ മാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. They lost the glory which God, ദൈവം തന്നിരിക്കുന്ന ആ മഹത്വം അവർക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ, ദൈവം സൃഷ്ടിച്ച മനുഷ്യന്റെ മഹത്വം അല്ലെങ്കിൽ മനുഷ്യനെ ദൈവം തന്റെ ഛായയിൽ സൃഷ്ടിക്കുമ്പോൾ അതൊരിക്കലും തീർന്നു പോകരുത്, അത് എന്നേക്കും നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ച ഒരു ദൈവമാണ് ആ ജീവിക്കുന്ന നമ്മുടെ സ്വർഗീയ പിതാവ്. എന്നാൽ ആ മഹത്വം അവരുടെ ജീവിതത്തിൽ നിന്നും അല്പം കഴിഞ്ഞപ്പോൾ, ഈ നന്മതിന്മകളുടെ വൃക്ഷത്തിൽ നിന്നും അവർ ഭക്ഷിച്ചപ്പോൾ അവരുടെ മേലുണ്ടായിരുന്ന മഹത്വം, സ്തോത്രം, അത് ഇല്ലാതെ പോയി. കാരണം അവരുടെ ശരീരം ക്ഷയിക്കുവാൻ തുടങ്ങി. പ്രപഞ്ചം അല്ലെങ്കിൽ മനുഷ്യൻ ശരീരത്തിൽ വേർപ്പില്ലാതിരുന്ന മനുഷ്യന്, വേർപ്പിന്റെ ഗന്ധമില്ലാതിരുന്ന മനുഷ്യന് വേർപ്പിന്റെ ഗന്ധം വന്നു. വേദനയില്ലായിരുന്ന മനുഷ്യന് വേദന വന്നു. ഇതൊന്നും മഹത്വത്തിന്റെ ഭാഗമല്ല. കണ്ണീരില്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ കണ്ണീര് വന്നു. സ്തോത്രം. അങ്ങനെ അതൊന്നും മഹത്വത്തിന്റെ ഭാഗമല്ല. ദൈവത്തിന്റെ മഹത്വത്തെ പറ്റി നമുക്ക് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. ഞാൻ വിശ്വസിക്കുന്നു ദൈവിക മഹത്വം എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷൻ അല്ല, അൾട്ടിമേറ്റ് there is no dimension. അത് ദൈവത്തിന്റെ ബ്യൂട്ടി, ദൈവത്തിന്റെ മഹത്വമാണെങ്കിൽ ദൈവത്തിന്റെ നന്മ ദൈവത്തിന്റെ മഹത്വത്തിന്റെ വേറൊരു ഭാഗമാണ്. അപ്പോൾ മോശയെ ദൈവം തന്നെ മഹത്വം കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ, ഐ വിൽ മേക്ക് യു ടു സീ ദ ഗുഡ്നസ്, എന്റെ നന്മ നീ ദർശിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പൂർണ്ണമായിട്ടും മഹത്വം കാണുവാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ മഹത്വത്തിലാണ്, ദൈവത്തിന്റെ ഛായയിലാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരുന്നത്. എന്നാൽ പൈശാചിക മണ്ഡലത്തിന്റെ പദ്ധതി മറ്റൊന്നുമല്ലായിരുന്നു. പൈശാചിക മണ്ഡലത്തിന്റെ പദ്ധതി ആ ദൈവത്തിന്റെ മഹത്വത്തിന്റെ ആമേൻ, അതെ, മാനവരാശിയെ മുഖാന്തരം ദൈവവുമായിട്ടുള്ള സ്തോത്രം, ദൈവത്തോട് മറുതലിച്ചുകൊണ്ട് മനുഷ്യനെ തന്റെ കരങ്ങൾ ഉപകരണമാക്കി ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഈ ദൈവത്തോട് ചേർന്ന് നിന്ന കിരൂബായിരുന്നുവല്ലോ ലൂസിഫർ എന്ന് പറയപ്പെടുന്നത്. ഇന്ന് നമ്മളിന്ന് അതിന്റെ തലവനായ ലൂസിഫർ, ആ ഒരു ലൂസിഫറിനെ പറ്റി പറഞ്ഞിരിക്കുന്ന അവൻ സ്വർഗത്തിൽ, ഏശയ്യാ പ്രവാചന പുസ്തകം, ഇത് കേൾക്കുന്ന പലർക്കും അറിയാം. ഏശയ്യാ പ്രവാചന പുസ്തകം 13-14 വാക്യം. ഇത് ചില കാര്യങ്ങൾ ഞാനിത് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നത്. ഇത് ആർക്കെങ്കിലും അറിയാൻ കഴിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം ഞാൻ പറയുകയാണ്. ഏശയ്യാ പ്രവാചന പുസ്തകം 14 അവിടെ ഈ ലൂസിഫർ ദൈവത്തിന്റെ, അത് ഉൽപ്പത്തി പുസ്തകം എഴുതുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ ഭൂമി വാഴും ശൂന്യവുമായി തീരുമാനമുള്ള കാരണം അവിടെ ഒരു വീഴ്ച വന്നിരുന്നു. ആ മാനവരാശി വീഴുന്നതിന് മുമ്പ് മഹത്വത്തിൽ വിരാജിച്ച കെറൂബ് ഉണ്ടായിരുന്നു. ആ കെറൂബായിരുന്നു ലൂസിഫർ. ലൂസിഫർ പറഞ്ഞൊരു കാര്യമുണ്ട്, ആമേൻ, ലൂസിഫറിനെ ഉണ്ടാക്കിയത് വളരെ വളരെ ശ്രേഷ്ഠമായി മഹത്വത്തിലാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത്. അത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഏശയ്യാ പ്രവാചന പുസ്തകം അതിന്റെ 14-ാം അധ്യായം നമുക്ക് ഈ സമയം നമുക്ക് വായിക്കാം. 13-14. ഞാൻ സ്വർഗത്തിൽ കയറും,
ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘാനദങ്ങൾക്ക് മീതെ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ പറയാൻ സമയത്തിന് പരിമിതികളുള്ളതുകൊണ്ട് ഈ പറഞ്ഞൊരു കാര്യത്തിൽ പറഞ്ഞൊരു പ്രത്യേകമായ കാര്യം, ഞാൻ സിംഹാസനം നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും, ദൈവത്തെക്കാളും ഞാൻ ഉന്നതനാകും, ദൈവത്തെ പോലെ ആകും എന്നുള്ള അർത്ഥത്തിനപ്പുറത്ത് ദൈവത്തിന്റെ മീതെ ഞാനായി തീരുമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ പാതാളത്തിനടിയിലേക്ക് വീണു പോകുന്നതായിട്ട് പിന്നീട് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ മഹത്വത്തിലാണ് ദൈവം സൃഷ്ടിച്ചത്. ദൈവത്തിന് തോട്ടമായ ഏതെല്ലായിരുന്നു? താമരമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം തുടങ്ങിയ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നീ എന്നെ തീർത്ത നാളിൽ നിന്റെ ഉള്ളം തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറക് വിരിച്ച് നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ പർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോതു. അങ്ങനെ മഹത്വത്തിൽ വിരാജിച്ചിരുന്ന ആമേൻ ആ ഒരു കെരൂബ് ആ ദൈവ സന്നിധിയിൽ വീണു പോകുന്നതിന്റെ കാരണം മഹത്വത്തിലായിരുന്നു ദൈവം സൃഷ്ടിച്ച. പെർഫെക്റ്റ് ആയിരുന്നു. നിന്നിൽ നിഷ്കളങ്കത കാണാതിരുന്ന കാലത്ത് ആമേൻ നിന്നിൽ ഒരു തെറ്റ് കാണുന്ന സമയത്തോളം നീ നിഷ്കളങ്കനായി നടന്നു വന്ന് ദൈവത്തിന് വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു കളങ്കം ജീവിതത്തിലേക്ക് വന്നപ്പോൾ, ഒരു അഹങ്കാരം ജീവിതത്തിലേക്ക് വന്നപ്പോൾ ആ മഹത്വത്തിൽ നിന്ന് വീണു പോകുവാനിടയായി. എന്നാൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോഴും ഉപായത്താലാണ് മനുഷ്യൻ വീണുപോയത്. ദൈവത്തിന്റെ ഛായയിൽ ഒരു കെരൂബുകളെ സൃഷ്ടിച്ചതായി പറഞ്ഞിട്ടില്ല. മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ ഛായയിലായിരുന്നു, ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയായിരുന്നു സൃഷ്ടിച്ചതെന്ന്. അതുകൊണ്ട് ആമേൻ ദൈവം തീരുമാനിച്ചത് മറ്റൊന്നുമല്ല, ഈ മഹത്വം ദൈവ മക്കൾക്ക് അല്ലെങ്കിൽ ദൈവജനത്തിന് മടക്കി കൊടുക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. അവിടെ പെർഫെക്റ്റ് ആയിരുന്ന ഒരു പ്രപഞ്ചത്തിന്റെ അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. ഏദൻ തോട്ടത്തെ നനയ്ക്കുവാൻ ഒരു നദി ഏതിൽ നിന്ന് പുറപ്പെട്ടു. അത് അവിടെ നിന്നും 2:10 കാണാൻ സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 4 ശാഖയായി പിരിഞ്ഞ് ഒന്നാമത്തേതിന് പീശോൻ എന്നിവർ അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു. അവിടെ പൊന്നുണ്ട്, ദേശത്തിലെ പൊന്ന് മേഥരമാകുന്നു. അവിടെ ഗുൽഗുലുവും ആമേൻ ഗോമേതകവും ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ, ഇറ്റ് വാസ് സോ ഗ്രേറ്റ്, ഇറ്റ് വാസ് സോ വണ്ടർഫുൾ, ഇറ്റ് വാസ് സോ എക്സോട്ടിക് എന്നൊക്കെ നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ പറയാൻ സാധിക്കുന്നു. ആമേൻ ഒരു കണ്ടും കണ്ടിട്ടില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ഒരു കാര്യമാണിത് കേട്ടോ. അപ്പോൾ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത്, മനുഷ്യൻ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ പോലെ നീ ആകുമെന്ന് പറഞ്ഞപ്പോൾ, ആമേൻ സർപ്പം ഹവ്വായോട് പറഞ്ഞ കാര്യമാണ്, നീ ദൈവത്തെ പോലെ ആകും, ദൈവത്തിന് മേലെ ആകും എന്ന് പറഞ്ഞില്ല, ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞ് ആ പഴം ഭക്ഷിച്ച് കഴിച്ചപ്പോൾ അവിടെ പ്രപഞ്ചവും വീണുപോകുകയാണ്. പ്രപഞ്ചവും മഹത്വകരമായി സൃഷ്ടിച്ചതാ. നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും, മുള്ളും പറക്കാരെയും അതിൽ നിന്നും മുളയ്ക്കും, വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. അങ്ങനെ പല കാര്യങ്ങൾ അത് താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ അല്ല താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നീട് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അപ്പോൾ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഒരു മഹത്വം, ദൈവത്തിന്റെ മഹത്വം എന്നുള്ളത് നമ്മൾ ഇപ്പോൾ പല സ്ഥലത്തും ഇങ്ങനൊരു വാക്ക് കേൾക്കാറുണ്ട്. റിവൈവലിനെ പറ്റിയൊക്കെ പറയുമ്പോഴൊക്കെ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതിനപ്പുറത്തുള്ള ചില ചിന്തകളാണ് എനിക്ക് ഉള്ളിൽ കർത്താവിൽ ശരണപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. കേവലം ഒരു മേഘസ്തംഭം ഇറങ്ങി വന്നപ്പോൾ കണ്ട മഹത്വത്തിനപ്പുറത്ത് ദൈവം തൻ്റെ ജനത്തെ എന്തിന് വിളിച്ചു? ഈ ഭൂമിയിൽ നമുക്കൊരു പ്രത്യാശ പലപ്പോഴും ദൈവവചനത്തിലൂടെ നമുക്ക് യഥാർത്ഥത്തിലുള്ള ഒരു ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കാതിരിക്കുന്നത്തോളം കാലം നമ്മൾ പലപ്പോഴും നിരാശരായി പോകും. നമുക്ക് ജീവിതത്തിൽ എല്ലാ സുഖഭോഗങ്ങളും ലഭിക്കുമ്പോൾ മാത്രം കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അതല്ല, അതിനപ്പുറത്ത്
ഈ ആയിരിക്കുന്ന അവസ്ഥ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ജീവിതത്തെ പലതും പ്രതീക്ഷിച്ചതുപോലൊന്നും നടന്നിട്ടില്ല, പലതും എത്തപ്പെടേണ്ട മണ്ഡലം എത്തിയിട്ടില്ല, ചിന്തിച്ചതുപോലെയല്ല കാര്യങ്ങൾ നടന്നത്. ദൈവം എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്യുന്നു ഒക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവിക പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സർവ്വതും ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എത്ര പേർ ഇത് കേൾക്കുന്ന അങ്ങനെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിശ്വാസം പറയാവോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെല്ലാം തകർച്ചകളൂടെ, എന്തെല്ലാം വൈഷമ്യങ്ങളൂടെ, എന്തെല്ലാം നഷ്ടങ്ങളൂടെ, എന്തെല്ലാം കഷ്ടങ്ങളൂടെ, രോഗങ്ങളൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടോ, അത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ആ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് സകലതും അത് ദൈവത്തിന്റെ മഹത്വത്തിനാക്കി ദൈവം മാറ്റും. എന്നെ മഹത്വീകരിക്കാനുള്ള പദ്ധതിയുണ്ട്. പിന്നീട് അവൻ മഹത്വത്തിലേക്ക് നടത്തുമെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. 73-ാം സങ്കീർത്തനത്തിൽ അവിടെ കഷ്ടങ്ങളോടെ കടന്നു പോകുന്ന സങ്കീർത്തനക്കാരൻ ദൈവസന്നിധിയിൽ പോയിരുന്നിട്ട് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, അവൻ എന്നെ ആലോചനയാൽ എന്നെ വഴി നടത്തും. പല വിഷയങ്ങൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ അതേ സങ്കീർത്തനക്കാരൻ നമുക്ക് കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാം. 73-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഏത് കഷ്ടത്തിലൂടെയാണ് കടന്നു പോകുന്നെങ്കിൽ എന്ന് നമുക്ക് വിശ്വാസം എന്ന് പറയാം. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കിലിരിക്കുന്നു, നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. അവിടെ പറയുകയാണ്, പലരും ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൈവത്തോട് ചേർന്ന് നിൽക്കാത്ത പലരും അവരുടെ ജീവിതങ്ങൾ ദുഷ്ടന്മാർക്ക് സ്വസ്ഥത അനുഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നിരാശരായിരിക്കുന്ന ഒരു സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം എഴുതുമ്പോൾ, ദൈവസന്നിധിയിൽ പോയിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് ഒരു ബോധ്യം കൊടുക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ദൈവത്തോട് അടുത്തിരിക്കുന്നു നല്ലത്. അതേ ദൈവത്തോട് അടുത്തിരിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാകുന്നു, നിന്റെ ആലോചന നീ എനിക്ക് നൽകും. അത് ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന ഏത് അനുഭവമാണെങ്കിലും എൻ്റെ ചുറ്റുമുള്ള പലരും അവിടെ ദൈവഹിതമല്ലാത്ത ജീവിതം നയിക്കുമ്പോഴും അവരൊക്കെ ഉന്നതി പ്രാപിക്കുമ്പോൾ, ലോകത്തിന്റെ മഹത്വം പ്രാപിക്കുമ്പോൾ, കർത്താവേ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ച് അവരുടെ നിരാശയോടെ താടിക്ക് കൈയും കൊടുത്തിരിക്കുന്ന ഒരു പക്ഷേ വ്യക്തിയായിരിക്കാം. അദ്ദേഹം പിന്നീട് ദൈവസന്നിധി പോയിരുന്നപ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്റെ ആലോചനയാൽ, അദ്ദേഹം ദൈവത്തോട് പറയുകയാണ്, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ അവൻ എന്നെ മഹത്വത്തിലേക്ക്. അപ്പൊ നിത്യതയെ പറ്റി ഒരു ബോധ്യം അദ്ദേഹത്തിന് ലഭിച്ചു. സ്തോത്രം. അങ്ങനെ കിട്ടാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് വിശ്വാസമുള്ള സ്വർഗത്തിൽ എനിക്ക് ആരും, അദ്ദേഹം പറയുന്ന കാര്യം, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമി നിന്നെ അല്ലാതെ എനിക്ക് വേറെ ഒരു ആഗ്രഹവുമില്ല. എന്തെല്ലാം നഷ്ടങ്ങൾ വന്നാലും എന്ന് പറയണം, കർത്താവേ അങ്ങയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ, എൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ യേശുവാണ്. എൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ നിത്യതയിൽ കർത്താവിനോടുകൂടെ വാഴുന്നതാണ് എൻ്റെ നിത്യത. അപ്പോൾ ദൈവം പറയുകയാണ്, എൻ്റെ മഹത്വം ഞാൻ ഒരുത്തനും കൊടുക്കുകയില്ല, ഒരു വിഗ്രഹത്തിനും ഞാൻ കൊടുക്കുകയില്ല. അപ്പോൾ ദൈവത്തിന്റെ മഹത്വത്തിന്റെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് എന്തൊക്കെ നമ്മൾ ദൈവമാണെന്ന് പറഞ്ഞ് സൃഷ്ടിച്ചാലും അതിനോട് തുലനം ചെയ്യാൻ ഒരിക്കലും ഒരു നിത്യതയിൽ കേൾക്കുന്ന നിങ്ങൾ എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അന്ന് ദൈവത്തിന്റെ മഹത്വം കാണുമ്പോൾ ഈ ഭൂമിയിൽ കണ്ട പല മഹത്വങ്ങളും അതൊക്കെ വെറും പാഴായിരുന്നുള്ള കാര്യം തിരിച്ചറിയും. സ്തോത്രം. അങ്ങനെ ഒരു വിശ്വാസം ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇന്ന് ആ വിശ്വാസത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. എത്ര നാൾ നമ്മൾ ഭൂമിയിൽ, ഞാൻ വീണ്ടും പറയുന്നത്, എത്ര നാൾ നമുക്കുണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ ഈ അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, അല്ലേ? ബാക്കി എങ്ങനെയാണ്? അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, സ്വർപുരമാണെൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്. നാട് വിട്ടു കൂട് വിട്ടു നാമധേയ കൂട്ടം വിട്ടു. അതെ, അങ്ങനെയുള്ള പാട്ട് ഒരു പാട്ടുകാരൻ പാടുമ്പോൾ അദ്ദേഹം കണ്ടൊരു ദർശനം, വളരെ കഷ്ടമായ അനുഭവങ്ങളിലൂടെ പോകുമ്പോഴും അതിനെ ഓവർകം ചെയ്യാൻ, അതിനെ തരണം ചെയ്യുവാൻ അദ്ദേഹത്തെ സഹായിച്ചത് അങ്ങനെ ഒരു ദർശനമായിരുന്നു. അപ്പോൾ ദൈവം പറയുകയാണ്, എന്തുകൊണ്ടാണ് ദൈവം പറയുന്നത്, എൻ്റെ മഹത്വം ഞാൻ ആർക്കും കൊടുക്കത്തില്ല? സ്തോത്രം. കാരണം സകലത്തെയും സൃഷ്ടിച്ചവൻ ദൈവമാണ്, നമ്മൾ പാട്ട് പാടിയതുപോലെ. കാരണം ഈ ചില മനുഷ്യർ നമുക്കറിയാം, ചില ബുദ്ധിമാനാന്ന് പറയുന്നവര് പറയുന്നുണ്ട് മനുഷ്യൻ കുരങ്ങിൽ നിന്നാണ് വന്നതെന്നുള്ളത്. മനുഷ്യനെ കുരങ്ങിൽ നിന്നല്ല വന്നത്, അങ്ങനെ പറഞ്ഞവർ കുരങ്ങിൽ നിന്നായിരിക്കാം. പക്ഷേ കർത്താവിന്റെ വചനം പറഞ്ഞിരിക്കുന്നത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച മനുഷ്യന്റെ സാദൃശ്യത്തിൽ, ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ്. അത് ട്രാൻസ്ഫോർമേഷൻ ഒന്നും വന്നതല്ല. സ്തോത്രം. ദൈവം പറഞ്ഞതുപോലെ തന്നെ 7-ാം ദിവസം അതെങ്ങനെ അതിൻ്റെതായ ആത്മീയാർത്ഥങ്ങളുണ്ട്.
പക്ഷേ ഈ ദൈവത്തിന്റെ മഹത്വം യഥാർത്ഥത്തിൽ അറിയുമ്പോൾ, തിരിച്ചറിയുമ്പോൾ, ഹല്ലേലൂയ, അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവരായി മാറുന്നത്, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നവരായി മാറുന്നത്. അതുകൊണ്ട് പൈശാചിക മണ്ഡലത്തിന്റെ പദ്ധതി ദൈവത്തിന്റെ മഹത്വം മനുഷ്യന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് മായ്ച്ചു കളയുക. പ്രപഞ്ചം മുഴുവൻ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. നമ്മുടെ ഉൾക്കണ്ണെന്ന് തുറന്ന് ഒന്ന് നോക്കിയാൽ മതി. രാവിലെ സൂര്യൻ ഉദിക്കുന്നു, നാളെ സൂര്യൻ ഉദിക്കുമോ എന്ന് ആർക്കും ഉറപ്പില്ലെന്ന് പറയാൻ കഴിയത്തില്ല. അത് എങ്ങനെ ഉദിക്കുന്നു ചോദിച്ചാൽ അത് ദൈവത്തിന്റെ മഹത്വമാണ്. ഒരു പൂ വിരിയുന്ന ദൈവത്തിന്റെ മഹത്വമാണ്. എൻ്റെ വായിന്ന് സംസാരിക്കുന്ന ദൈവത്തിന്റെ മഹത്വമാണ്. സ്തോത്രം. ഞാൻ തീരുമാനിച്ചിട്ടല്ല ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ ഹാർട്ട് വർക്ക് ചെയ്യുന്നത്. സ്തോത്രം. ഞാൻ പറഞ്ഞിട്ടല്ല എൻ്റെ കണ്ണടഞ്ഞു പോകുന്നത്. സ്തോത്രം. ഇതെല്ലാം നിയന്ത്രിക്കുന്നവൻ ദൈവമാണ്. അങ്ങനെ എത്രയോ കാര്യങ്ങൾ ആമേൻ നമുക്ക് ചിന്തിക്കുമ്പോൾ അതെല്ലാം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുകയാണ്. പ്രപഞ്ചം മുഴുവൻ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. അപ്പോൾ പ്രപഞ്ചത്തിൽ ഒന്നിനെയും എടുത്ത് ദൈവമാക്കുവാൻ നമുക്ക് കഴിയത്തില്ല. സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം ആരും കണ്ടിട്ടില്ല. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നു ആ മഹത്വം എൻ്റെ ജനത്തിന് ഞാൻ കാണിച്ചു കൊടുക്കും. ആ മഹത്വത്തിലേക്ക് ഞാൻ നിങ്ങളെ പ്രവേശിപ്പിക്കും. വിശ്വസിക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ, ദൈവത്തെ ഈ ദിവസങ്ങളിൽ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടെങ്കിൽ, ആമേൻ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതെ സ്തോത്രം. ദൈവം ഇല്ല എന്ന് പറയുന്നവനെ സ്വർഗം പറയുന്ന നീ മൂഢനാ. സ്തോത്രം. അല്ലാത്തവരെ ദൈവം നോക്കി. നിനക്ക് ഡോക്ടറേറ്റ് ഇല്ലെങ്കിലും, നിനക്ക് ഉന്നത പഠന വിദ്യാഭ്യാസം ഇല്ലെങ്കിലും നീയാണ് ഏറ്റവും ബുദ്ധിമാൻ മകനെ. ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ഈ ദിവസങ്ങളിൽ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നെങ്കിൽ മകനെ, മകളെ, അവൻ ദൈവത്തെ നീ കണ്ടെത്തുമെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ശത്രുവിന്റെ അതുകൊണ്ടാണ് മറ്റു കാര്യങ്ങളിലേക്ക് ആദാമിനെ ഹവ്വായെയും കണ്ണുകളെ ഉടക്കിപ്പിച്ചിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, നീ ഇത് ഭക്ഷിച്ചാൽ ദൈവത്തെ പോലെ ആയിത്തീരും. പക്ഷെ ദൈവത്തിന്റെ മഹത്വത്തെ അവർ മൂടിക്കളഞ്ഞു. പലതും അവരുടെ മനസ്സിൽ നിന്ന് മാറിപ്പോയി. അതുകൊണ്ട് ദൈവം പറയുകയാണ്, എൻ്റെ മഹത്വം ഞാൻ ആർക്കും കൊടുക്കത്തില്ല. ഐ വാണ്ട് ടു ഡിസ്പ്ലേ മൈ ഗ്ലോറി ആൻഡ് യു വിൽ ബി എൻ ഇൻസ്ട്രുമെന്റ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ വെളിപ്പെടണമെങ്കിൽ അത് ദൈവ മക്കളിലൂടെയാണ് വെളിപ്പെടുന്നത്. ഈ ഭൂമിയിൽ മാത്രമല്ല, വരാനിരിക്കുന്ന യുഗത്തിലും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ പോകുന്നത് ആമേൻ ദൈവ മക്കളിലൂടെ ആണെന്നുള്ളൊരു സത്യമാണ്. സ്തോത്രം. സമയമുള്ളപ്പോൾ ആമേൻ അതിനെപ്പറ്റി ചിന്തിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനെപ്പറ്റി ആമേൻ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ദൈവം പറയുകയാണ്, ഈ ലോകത്തിലെ മഹത്വം, സ്തോത്രം, ഏറ്റവും ഉന്നതമായ പദവിയിൽ, ഗ്ലിറ്റ് ആൻഡ് ഗ്ലാമർ ഓഫ് ദിസ് വേൾഡ്, 7 സ്റ്റാർ ഹോട്ടലുകൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ ചിന്തിച്ചു. സ്തോത്രം. കാഡിലാക് കാറുകളോ BMW കാറോ അല്ലെങ്കിൽ ലംബോർഗിനി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആമേൻ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഏറ്റവും ഉന്നതമായ ശ്രേഷ്ഠമായ കെട്ടിടങ്ങൾ, സ്തോത്രം, ബുർജ് ഖലീഫ ആയിരിക്കാം, എന്തുമാകണം, താജ്മഹൽ ആയിരിക്കാം. അതൊക്കെ അതിന്റെ ശോഭയും മോടിയും ഒക്കെ ആമേൻ അല്പം കഴിയുമ്പോൾ തീരും കേട്ടോ. നമ്മൾ വാങ്ങിച്ച നല്ല മൊബൈലുകൾ പുതിയതായിരുന്നു, പക്ഷെ ഇന്ന് പഴകിപ്പോയില്ലേ. ഇന്ന് പണ്ട് കണ്ട പല ഗ്ലാമറസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ഇന്ന് ജഡനവാദികൾ അവരെ ശരീരങ്ങളൊക്കെ ശോഷിച്ച് പഴയ ഛായയിലേക്ക് അവർക്ക് മാറിപ്പോയിട്ട് ഇന്ന് പലരും ഉന്നത പദവികളിൽ നിന്നവർ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടിയതിന്റെ കാരണം എന്തായിരുന്നു? സ്തോത്രം. എല്ലാം ലോകത്തിൽ കിട്ടിയിട്ടും ജീവിതത്തെ ഒരു നിമിഷം കൊണ്ട് അവസാനിപ്പിക്കുവാൻ സകല മഹത്വവും ദർശിച്ചിട്ട് അതിനടുത്ത് വന്നപ്പോൾ അതെല്ലാം അനുഭവിച്ച ശലോമൻ പറയുകയാണ്, ഇതെല്ലാം മായയാണ്. സ്തോത്രം. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവമാകും. ഇതൊക്കെ വേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ കർത്താവിനെ അറിയുമ്പോൾ, ദൈവത്തിന്റെ മഹത്വം തിരിച്ചറിയുമ്പോൾ അതിന് കൊടുക്കേണ്ടുന്ന പ്രാധാന്യമേ നമ്മൾ കൊടുക്കത്തുള്ളൂ. ആമേൻ. അതിന്റെ ഉള്ളിൽ ശത്രു പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ദൈവം പറയുകയാണ്, സകല ജഡവും എന്താണ്? 1 പത്രോസിന്റെ ലേഖനം 1:24 യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ നിന്നും എടുക്കപ്പെട്ട ഒരു വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, എന്താണ് പറഞ്ഞത്? സകല ജഡവും എന്താണ്? സകല ജഡവും ശ്രേഷ്ഠകരമാണോ? അല്ല. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു. പുല്ലുവാടി പൂ തീർന്നു പോയി, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതെ, അവിടെ പ്രവാചകൻ പറയുകയാണ്, ദൈവത്തിന്റെ ആത്മാവിൽ പറയുന്ന കാര്യമാണ്, സകല ജഡവും പുല്ലാണ്. സ്തോത്രം. എത്ര മഹാനാന്ന് പറഞ്ഞാലും ദൈവം പറയുകയാണ്, എൻ്റെ മഹത്വവുമായി തുലനം ചെയ്യുമ്പോൾ
ആമേൻ രാവിലെ വിരിഞ്ഞിട്ട് ആമേൻ വൈകുന്നേരമാകുമ്പോൾ വാടിപ്പോകുന്ന കേവലം ഒരു പൂ പോലെ മാത്രമേ ഉള്ളൂ. അത് നിന്ന സ്ഥലം പോലും കാറ്റടിക്കുമ്പോൾ അത് പോകുന്നു, പിന്നെ അതിനെ കാണുന്നില്ല, പിന്നെ അതിനെപ്പറ്റി ആരും ചിന്തിക്കുന്നു. അത്രേ ഉള്ളൂ ദൈവം ആമേൻ മനുഷ്യന്റെ മഹത്വം. പക്ഷെ ദൈവം പറയാണ് എന്റെ മഹത്വം എന്ന് ആര്? അതാണ് മോശ പറഞ്ഞത്. കഥാവേ, മോശ ദൈവത്തോട് അടുത്ത് വരുന്തോറും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ആദ്യം കാണുമ്പോൾ ദൈവസന്നിധി ഓടിപ്പോകുന്ന മോശയെ ദൈവം മടക്കി വിളിക്കുന്നുണ്ട്. മടക്കി വിളിച്ച മോശയെ സിയോൻ പർവ്വതത്തിൽ, ദൈവത്തിന്റെ കത്തുന്ന സിയോൻ പർവ്വതത്തെ ആമേൻ അവർ കാണുമ്പോൾ ദൈവത്തിന്റെ മഹത്വത്തിന് മറ്റൊരു മുഖമാണ് സിയോൻ പർവ്വതം. അവിടെ കത്തുന്ന പർവ്വതത്തിനകത്തേക്ക് മോശയെ ദൈവം ആമേൻ കൊണ്ടുപോകുമ്പോൾ ജനം ഭയന്നുപോയി. അപ്പോൾ ദൈവത്തിന്റെ മഹത്വം പല രീതിയിൽ നമുക്ക് കാണുവാൻ, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ മഹത്വം ഒരു വലിയ വെള്ളി വെളിച്ചം പോലെ പ്രത്യേകമായ നിറത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കുന്നതായിട്ട് നമുക്ക് അവിടെ നിന്നപ്പോൾ, അവിടെ ആ മഹത്വം ഇറങ്ങി വന്നപ്പോൾ അവിടെയുള്ളവർ പറഞ്ഞു ഹല്ലേലൂയ, മഹത്വം, ആമേൻ, ദൈവത്തിന്റെ മഹത്വം, സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തും. ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. പല രീതിയിൽ ദൈവം വെളിപ്പെടുത്തും. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും, മറിയേ. സ്തോത്രം. ജീവിതത്തിന്റെ കഷ്ടങ്ങളുടെ മധ്യേ, ദുഃഖങ്ങളുടെ മധ്യേ, നിരാശകളുടെ മധ്യേ, തകർന്ന് അടിഞ്ഞിരിക്കുന്ന മണ്ഡലങ്ങളിൽ, നാറ്റം വെച്ച വിഷയങ്ങളിൽ ദൈവത്തിന്റെ വാക്യം ദൈവവചനത്തിൽ പറയുന്നു അവൻ നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നിന്നെ മഹത്വത്തിന്റെ ഉപകരണമാക്കുവാനാണ് മർത്തായെ, മറിയേ, ഞാൻ നിന്നെ വിളിച്ചത്. നീ എന്റെ പാദപീഠത്തിൽ ഇരുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, നിന്നിലൂടെ ഒരു മഹത്വം വെളിപ്പെടുത്തുവാനുണ്ടായിരുന്നു. ഫറവോനെ ഞാൻ സൃഷ്ടിച്ചതാണെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് അതെന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണെന്ന് ദൈവം പറയുകയാണ്. സ്തോത്രം. അപ്പോൾ മുമ്പിൽ നിൽക്കുന്ന ചില പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഗോലിയാത്തും അവിടെ നിന്ന ഫറവോനും അവിടെ മോശയ്ക്ക് മുമ്പേ വന്ന ചെങ്കടലും ഒക്കെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ദൈവം കൊണ്ടുവന്നത്. അതുകൊണ്ട് നമുക്ക് പ്രത്യാശയുണ്ട് കേട്ടോ. സ്തോത്രം. ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു കൊണ്ടുവരുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തെയാണ് ആരാധിക്കുന്നത് എന്ന് മറന്നു പോകരുത്. അത് ഗോഡ് വാണ്ട്സ് ടു ഡിസ്പ്ലേ. അതേ വിശ്വാസത്തിൽ നടക്കാൻ കഴിയുന്ന ആമേൻ ചില ഹന്നമാരെയും ചില മറിയമാരെയും ചില മർത്തമാരെയും ചില മോശമാരെയും അബ്രഹാമിനെയൊക്കെ ദൈവത്തിന് ആവശ്യമുണ്ട്. യോസേഫിനെയൊക്കെ ദൈവത്തിന് ആവശ്യമുണ്ട്. ആമേൻ നാളുകളായി ആമേൻ കടന്നു പോകുന്ന നിന്ദകൾ, കഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, ഭാരങ്ങൾ, നഷ്ടങ്ങൾ, നിരാശകൾ, അതിൻ്റെ എല്ലാം മധ്യത്തിൽ ആമേൻ അതിൻ്റെ അന്ത്യത്തിൽ നിന്നെ മഹത്വത്തിലേക്ക് ഞാൻ നടത്തുമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. നിന്നെ ഞാൻ ഉപകരണമാക്കി മാറ്റും. നിന്നെ തള്ളിപ്പറഞ്ഞവർ, നിന്നെ ഈ ദിവസങ്ങൾ ചവിട്ടി മെതിച്ച് കടന്നുപോയ എൻ്റെ മുകളിലൂടെ അവരുടെ മനുഷ്യനെ എൻ്റെ മേൽ ഓടുമാറാക്കി ഞാൻ തീയിലൂടെയും വെള്ളത്തിലൂടെയും കടന്നുപോയി. എന്നാൽ സ്തോത്രം, പിന്നീട് അവൻ മഹത്വത്തിലേക്ക് എന്നെ നടത്തും. വിശ്വാസം എത്ര പേർ പറയും എൻ്റെ ദൈവം എന്നെ മഹത്വത്തിലേക്ക് നടത്തും? ഈ ഭൂമിയിൽ യോബിനോട് ചോദിച്ചാൽ പറയും എല്ലാവരും പറഞ്ഞു നിനക്ക് പ്രത്യാശ പോയി. പക്ഷെ യോബ് പറഞ്ഞില്ല, ഞാൻ ദേഹസഹിതനായി തീർന്നാലോ മണ്ണോട് മണ്ണായി തീർന്നാലോ ഞാൻ എൻ്റെ വീണ്ടെടുപ്പുകാരനെ എൻ്റെ കണ്ണുകൾ കൊണ്ട്, അത് മഹത്വത്തെ പറ്റി പറഞ്ഞിരിക്കുന്നു. ആ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. ദൈവത്തിലേക്ക് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടുത്തി കളയരുത്. നമുക്ക് ഈ ദിവസങ്ങളിൽ ഇതാണ് രക്ഷയുടെ പടത്തൊപ്പി. തലപോയ കാര്യമില്ല, മറ്റെല്ലാം കയ്യിൽ കയറിക്കുന്ന വാളുണ്ടായിരിക്കാം, ആമേൻ അരയിൽ ചുറ്റിരിക്കുന്ന സത്യത്തിന്റെ അരക്കച്ചി ഉണ്ടായിരിക്കാം, അതൊക്കെ ആമേൻ നമുക്ക് കീപ്പ് ചെയ്യാം. പക്ഷെ തലയിലിരിക്കുന്ന ഹെൽമെറ്റ് പോയാൽ ആമേൻ തീർന്നില്ലേ? അതാണ് ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ. ആ ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ ഈസ് ദ ഹോപ്പ് ഓഫ് സാൽവേഷൻ. ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ തുടങ്ങിയ ഒരു പ്രത്യാശയുണ്ട്. സ്തോത്രം. രക്ഷയുടെ സന്തോഷമുണ്ട്. ലോകത്തിൽ ഒരു സന്തോഷവുമില്ലെങ്കിലും ഇന്ന് ഞങ്ങൾ രാവിലെ ആരാധിച്ചപ്പോൾ ഒരു ദൈവിക സന്തോഷത്താൽ നിറയാനിടയായി. സ്വതം ഒരു മനുഷ്യൻ തരാൻ കഴിയാത്തൊരു ദൈവിക സന്തോഷം ആമേൻ ഉള്ളിലേക്ക് വന്നപ്പോൾ നമുക്കറിയാം സ്വർഗത്തിലുള്ള സന്തോഷം എന്താണെന്ന് ഞാൻ അപ്പോഴാണ് അല്പമെങ്കിലും ഞാൻ തിരിച്ചറിഞ്ഞത്. സ്വതം എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടല്ല, പക്ഷെ അത് രക്ഷയുടെ സന്തോഷമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുക, മറ്റെല്ലാ സന്തോഷങ്ങളും അസ്തമിച്ചു പോകും. പക്ഷെ ഈ ദിവസങ്ങൾ ദൈവത്തോട് അടുത്ത് വരാം. ദൈവത്തിന്റെ സന്തോഷം നമുക്ക് ഈ ദിവസം അനുഭവിക്കാം. ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് യേശു നമ്മളെ വിളിച്ചിരിക്കുന്നത്. എൻ്റെ സന്തോഷം നിങ്ങൾ പൂർണ്ണമാകുവാനും ഞാനിത് പറഞ്ഞിരിക്കുന്നു. എത്ര വലിയ ആമേൻ നിരാശപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിലും ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നാൽ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം ലോകത്തിന് തരാൻ കഴിയത്തില്ല. ഈ ലോകത്തിൻ്റെതായ ഒരു മഹത്വത്തിനും തരാൻ കഴിയത്തില്ല. പല മഹത്വത്തിൽ ഇരിക്കുന്നവരുമായി ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ കാണുന്ന ഒരു ശൂന്യതയാണ് അവിടേക്ക്. സ്തോത്രം. യഥാർത്ഥത്തിൽ ഒരു മഹത്വം നമ്മൾ വിചാരിക്കുന്നത് ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഇസ് നോട്ട് ഗോൾഡ്. അടുത്ത് വരുമ്പോഴേ നമ്മൾ അതിന്റെ മഹത്വം എന്താണെന്ന് തിരിച്ചറിയുള്ളൂ. സ്തോത്രം. അപ്പോൾ അതർ സൈഡ് ഓഫ് ദ റിവർ ഈസ് ഓൾവേസ് ഗ്രീൻ. അപ്പുറത്തുള്ള നമ്മൾ നിൽക്കുന്ന നദിയുടെ അപ്പുറത്തുള്ളത് എപ്പോഴും പച്ചയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴേ ആ പച്ചപ്പെന്നാ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പക്ഷേ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് നടത്തുന്ന ഒരു ദൈവമുണ്ട്.
അത് ആ സ്വസ്ഥതയുടെ നരകിലേക്ക് എന്നെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ പുറമേ ഉള്ള ഒന്നുമല്ല. ആമേൻ, ഈ ദിവസങ്ങളും ആമേൻ മഹത്വം, നമ്മുടെ ഉള്ളിൽ ഒരു മഹത്വമുണ്ട്. സ്തോത്രം. ആ മഹത്വത്തെ ഈ ദിവസങ്ങൾക്ക് മുറുകെ പിടിക്കാം. ആമേൻ. അപ്പോൾ ദൈവത്തെ കണ്ട കർത്താവിനെ വിളിച്ച, യേശുവിൽ വിശ്വസിച്ച് കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ദൈവമക്കള് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലാത്തവരുണ്ടെങ്കിൽ അവരെ ദൈവം വിളിച്ചിരിക്കുന്നത് ഒരു മഹത്വീകരണത്തിലേക്ക്. ഞാൻ വെറുതെ പറയുന്നതാണോ? ആരെങ്കിലും സന്തോഷിപ്പിക്കാൻ പറയുന്നതല്ല. ആരെയും സന്തോഷിപ്പിച്ചൊരു കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങളെ ദൈവം ഇത് അന്നതാക്കും ഇതാക്കുമെന്നും പറഞ്ഞാലൊന്നും അതൊക്കെ അല്പം കഴിയുമ്പോൾ പോകുന്നുള്ളൂ ഉള്ളൂ. പക്ഷെ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നിത്യമായൊരു സമാധാനം ദൈവം നമുക്ക് നൽകും. അപ്പൊ എവിടെയാണിത് പറഞ്ഞിരിക്കുന്നത് ചോദിച്ചാൽ, റോമർക്കെഴുതിയ ലേഖനത്തിന് 8:29 നമുക്ക് എടുത്തൊന്ന് വായിച്ചാൽ നമുക്കത് കാണാപ്പാടം അറിയാവുന്ന ഒരു വേദവാക്യമാണ്. അത് അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. കിട്ടിയെങ്കിൽ വായിക്കാം. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. Look at it. ഹല്ലേലൂയ. അത് ഒരു ബൈബിൾ സ്റ്റഡിയുടെ ഒരു ഭാഗമാണത്. യഥാർത്ഥത്തിൽ ദൈവിക വിളിയുടെ ആദ്യം തൊട്ട് അവസാനം വരെ കേവലം 2 സെന്റൻസിൽ അത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവം നമ്മളെ വിളിച്ചു. ഇത് മുൻ നിയമിച്ചവരെയാണ് ദൈവം വിളിച്ചത്. പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് ദൈവം നമ്മൾ കണ്ടുവെന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ കണ്ടവരെ, മുന്നറിഞ്ഞവരെ ആ ദൈവം വിളിച്ചു. മകനെ, അല്ലെങ്കിൽ ഏതെങ്കിലും കഷ്ടങ്ങളോ ദുഃഖങ്ങളോടെയൊക്കെ പോയിട്ടാണ് നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടിയത്. അതില്ലാതെയുമായിരിക്കാം. പക്ഷെ ഏതെല്ലാം തലത്തിൽ എവിടെയോ കേട്ട ഒരു ദൈവിക വിളിയുടെ ശബ്ദം കർത്താവിലേക്ക് നമ്മളെ അടുപ്പിച്ചു. ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നു. വിളിച്ചിട്ട് വെറുതെ ഇരുത്തിയില്ല. വിളിച്ചവരെ ആമേൻ എന്തിനു വേണ്ടിയാണ് വിളിച്ചത്? അവന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുവാൻ. ദൈവത്തിന്റെ സ്വരൂപത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ആദത്തിനും ഹവ്വായ്ക്കും നഷ്ടപ്പെട്ടു പോയ മഹത്വത്തിന് അപ്പുറത്തൊരു മഹത്വത്തിലേക്കാണ് ദൈവം വിളിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഇനി വരാൻ പോകുന്ന തേജസ് തീരത്തില്ല. സ്തോത്രം. അന്ന് വീണുപോയതൊരു പരീക്ഷയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. ആ മഹത്വത്തിന്റെ അവകാശിയാകുവാൻ ആമേൻ മാനവരാശിക്ക് സാധിക്കുമോ എന്ന് ചില പരീക്ഷണങ്ങളോടെ ദൈവം നമ്മളെ പലപ്പോഴും കൊണ്ടുപോയേക്കാം. അവിടെ അനുരൂപരാക്കുവാൻ, ആ സ്വരൂപത്തിലേക്ക് ആക്കി തീർക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചത്. അതുകൊണ്ട് നിരാശരായി പോരുത്. നഷ്ടമായ ഞാൻ ആരെങ്കിലും കേൾക്കുന്ന ആരോടുള്ള ദൂതാണ് ഞാൻ വിശ്വസിക്കും. വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുന്നു. സ്തോത്രം. നിങ്ങൾ നഷ്ടഭയരായി പോകരുത്. സ്തോത്രം. മുൻ നിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ അവൻ നീതീകരിച്ചു. നീതീകരണത്തിന്റെ ഭാഗമാണ് കഷ്ടാനുഭവങ്ങൾ. ആമേൻ. ചില ശിക്ഷണങ്ങൾ അതിന്റെ ഭാഗമാണ്. നീതീകരിച്ചവരെ, നീതീകരിച്ചുകൊണ്ടിരിക്കുന്ന അവനെ സ്നേഹിക്കുന്നവനെ മാത്രമേ അയലോക്കത്തുള്ള ആരെയും നമ്മൾ അടിക്കത്തില്ല, അല്ലെ അടുത്തുള്ള ആരെങ്കിലും നമ്മൾ തല്ലാൻ പോകത്തില്ല. അതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചു. നമ്മളെ വിളിച്ചു, നമുക്ക് അനുഗ്രഹങ്ങൾ തന്നു, രോഗസൗഖ്യങ്ങൾ തന്നു, നിത്യതയുടെ അവകാശിയായി തീരുമാനയാക്കി. പക്ഷേ ഈ മഹത്വീകരണത്തിന്റെ ഭാഗമായിട്ട് ഒരു ശുദ്ധീകരണം കൂടെ ഉണ്ട്. ഒരു പൊന്ന്, വെള്ളി മുതലായ കാര്യങ്ങൾ നമുക്കറിയാം തീയിലൂടെയാണ് പോകുന്നത്. പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ ഒരു മഹത്വീകരണത്തിന്റെ ഭാഗമായി നമ്മളെ അതിന്റെ ഉള്ളിലാക്കി തീർക്കണമെങ്കിൽ ജീവിതത്തിൽ ചില ശോധനകൾ ദൈവം തരും. തീയിലൂടെ ദൈവം കൊണ്ടുപോകും, വെള്ളത്തിലൂടെ കൊണ്ടുപോകും, നഷ്ടങ്ങൾ വരും. ആമേൻ. ഈ തേജസ്സിലേക്ക് നയിക്കണമെങ്കിൽ ദൈവം കണ്ടിരിക്കുന്ന ആ ദൈവികമായ ആമേൻ ചില ശിക്ഷണങ്ങളിലൂടെ കടന്നു പോകണം. അതിന്റെ എബ്രായക്കാർക്ക് ലേഖനം 12:10 വായിക്കാം. ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പറയാനുണ്ടെങ്കിലും എല്ലാം പറയാൻ സാധിക്കും തോന്നില്ല. അതിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. അപ്പോൾ എബ്രായക്കാർക്ക് ലേഖനം 12:10 ദൈവത്തിന്റെ വചനം പറയുകയാണ്, അവർ ശിക്ഷിച്ചത് കുറെ കാലവും നമ്മുടെ ഭൂമിയിലുള്ള പിതാക്കന്മാരുണ്ട്. അവര്
തൻ്റെ മക്കളെ എന്ത് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ പിതാക്കന്മാർ നമ്മളെ ശിക്ഷിച്ചിരുന്നു. ഒരു കാലഘട്ടത്തിൽ മക്കളെ അടിച്ച് തന്നെ വളർത്തണമെന്ന് വിശ്വസിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. എങ്കിലും പിതാക്കന്മാരുടെ അന്നൊരു സ്നേഹം കഴിഞ്ഞ ഈ നാളുകളേറെ അവർക്കുണ്ടായിരുന്നു. അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് ദൈവമാണ് നമ്മെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ. ചില കണ്ണീരിന്റെ അനുഭവങ്ങളുണ്ടെങ്കിൽ, സ്തോത്രം, സന്തോഷമല്ലാത്ത അനുഭവങ്ങളുണ്ടെങ്കിൽ ആമേൻ, ദുഃഖകരമത്രയെന്ന് തോന്നലാണെന്നാണ് വച്ചിരിക്കുന്നത്. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. അതിന്റെ 12-ാം വാക്യം ഉണ്ടെങ്കിൽ അത് വായിച്ചിട്ട് നമുക്ക് വേഗത്തിൽ മടങ്ങി വരാം. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവൻ, മുടന്തുള്ളത് ഉളുകിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവൻ. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അപ്പോൾ ശുദ്ധീകരണത്തിന് ഒരു വിശുദ്ധീകരണത്തിന്റെ ഭാഗമുണ്ട്. ദൈവത്തിന്റെ ഉദ്ദേശമോ ദൈവത്തിന്റെ ഹിതമോ ദൈവമക്കളുടെ വിശുദ്ധീകരണമാണ്. ദൈവം വിശുദ്ധനായിരിക്കാൽ നിങ്ങളും വിശുദ്ധരായിരിക്കാൻ ദൈവവചനം പറയുമ്പോൾ അതാണ് നീതീകരണം. ദൈവിക നീതിയിൽ ജീവിക്കുവാൻ നമ്മളെ അഭ്യസിപ്പിക്കാൻ, ശത്രു നമ്മുടെ മേൽ ക്ഷയമെടുക്കുവാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ കരങ്ങൾ ഉപയോഗിക്കാകുന്ന പാത്രങ്ങളായി തീരുവാൻ. അശുദ്ധിയുള്ളതിനെ ദൈവം കരങ്ങൾ എടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ എല്ലാം പൂർണ്ണമായിട്ട് എടുക്കുന്ന ഉദ്ദേശമല്ല. അതിനപ്പുറത്ത് ദൈവസന്നിധിയിൽ താഴ്മയോടെ നിൽക്കുവാനും ദൈവകൃപയിൽ ആമേൻ മുന്നോട്ട് പോകുവാനും തയ്യാറാകുന്നവരെ കർത്താവ് ശുദ്ധീകരിക്കും. ദൈവം സ്നേഹിക്കുന്നവരെ ആണ് അവൻ ശിക്ഷിക്കുന്നതെന്നാണ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ഒരു വിളി. അപ്പോൾ ഏത് സ്വരൂപത്തോടാണ് ദൈവം നമ്മളെ, ഏത് ഛായയിലേക്കാണ് ദൈവം മാറ്റുവാൻ ആഗ്രഹിക്കുന്നത്? അത് യേശു ക്രിസ്തുവിന്റെ ഛായയിലേക്കാണ്. ആമേൻ. കാരണം യേശു എന്ന് പറഞ്ഞാൽ, യോഹന്നാനോട് ചോദിച്ചാൽ യോഹന്നാൻ പറയും യേശു ആരാണ്? അവന്റെ പുത്രന്റെ ഛായയിലേക്കാണ് നമ്മളെ മാറ്റുന്നത്. പുത്രൻ ആരാണ്? ദൈവത്തിന്റെ പുത്രൻ യേശു കർത്താവാണ്. ദൈവത്തിന്റെ പുത്രന്മാർ ഏകപുത്രനായ യേശു. അതിന് കാരണം ഏകപുത്രൻ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ വേറെ കാര്യങ്ങളുണ്ട്. യോഹന്നാൻ സുവിശേഷം 1:14 പറയുകയാണ്, വചനം ജഡമായി തീർന്നു. നമ്മൾ മുമ്പ് വായിച്ചു ആ വചനത്തെ പറ്റി. പുല്ല് ഉതിർന്നു പോകുന്നു, പക്ഷേ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ മഹത്വമാണ്. ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുക, ദൈവവചനത്തെ അനുശാസിക്കുന്നത് ചെയ്യുവാൻ തയ്യാറാകുക. ദൈവത്തിന്റെ മഹത്വം ദൈവമക്കളെ നിങ്ങളുടെ മേൽ വെളിപ്പെടും, നമ്മുടെ മേൽ വെളിപ്പെടുമെന്ന്. ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ മഹത്വം. ആകാശം ഭൂമി മാറിപ്പോകും, പക്ഷെ എന്റെ വചനം, ദൈവത്തിന്റെ വചനം മാറിപ്പോകത്തില്ല. അതാണ് മഹത്വം. ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. ദൈവത്തിന്റെ വചനത്തിന് ചിലരെ ഉരുവാക്കിക്കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. ആ വചനം സ്വർഗത്തിൽ സ്ഥിരമായിരുന്ന വചനം ഭൂമിയിലേക്ക് നിബന്ധിച്ചപ്പോൾ അവിടെ പറയുന്നു വചനം ജഡമായി തീർന്നു. എന്താണ് സംഭവിച്ചത്? നമുക്ക് അടുത്ത് വായിക്കാം. കൃപയും സത്യവും നിറഞ്ഞ 14-ാം വാക്യം പറയുന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾക്ക് അവന്റെ തേജസ് പിതാവിങ്കൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ഹല്ലേലൂയ. അവിടെ നോക്കുക, കൃപയും സത്യവും നിറഞ്ഞവനായ യേശു ആമേൻ ഭൂമിയിൽ പാർത്തപ്പോൾ അവരുടെ കണ്ണുകൊണ്ട് അവർ പറയുകയാണ്, ഞങ്ങളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഞങ്ങൾ തേജസ് കണ്ടു. യേശുവിനെ മറുരൂപ മലയിൽ കണ്ട പത്രോസ് പറയുകയാണ്, ഞങ്ങള് മഹത്വം കണ്ട സാക്ഷികളാ. യേശു ക്രിസ്തുവിന്റെ രൂപത്തിനും ഭാവത്തിനും മാറ്റം വരുന്നത് ഞങ്ങൾ കണ്ടതാണ്. ദൈവത്തിന്റെ മഹത്വത്തോടെ ഇറങ്ങി വരുന്നത് ഞങ്ങൾ കണ്ടതാണ്. സ്തോത്രം. ഏകജാതനായ തേജസ്സായി കണ്ടു. അവനെ ഞങ്ങൾ തൊട്ടു നോക്കിയിട്ടുണ്ട്. ആ മഹത്വത്തെ ഞങ്ങൾ സ്പർശിച്ചിട്ടുണ്ട്. യേശുവാണ് മഹത്വം. ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ ദൈവം അയച്ചത് തന്റെ പുത്രനിലൂടെയാണ്. എങ്ങനെയാണ്? ഞാൻ വെറുതെ പറയുന്നതാണോ? ഹെബ്രായക്കാർക്ക് ലേഖനത്തിന് 1:2, കൊലോസ്യർക്ക് ലേഖനം 1-ാം അധ്യായത്തിനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. 1:2 നമുക്ക് പെട്ടെന്ന് വായിക്കാം. ഈ അന്ത്യകാലത്ത്
പുത്രൻ അന്ത്യകാലം യേശു വന്നതോടുകൂടി തുടങ്ങി. യേശുവിന്റെ ഉയർപ്പോട് ആമേൻ സ്തോത്രം. അന്ത്യകാലം തുടങ്ങിയിരിക്കുകയാണ്. അന്ത്യകാലം തീർന്നിട്ടില്ല. അന്ത്യം വരുമ്പോൾ അന്ത്യകാലം തീരും. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് 1 വർഷവും 2000 വർഷവും ഒക്കെ ഒരു ദിവസം പോലെയാണ് കേട്ടോ. ആമേൻ. അങ്ങനെ ആരെങ്കിലും കളിയാക്കുന്നവരുണ്ടെങ്കിൽ പറയണം, എൻ്റെ ദൈവത്തിന് 1000 ദിവസം 1000 വർഷം 1 ദിവസം പോലെ ഉള്ളൂ. അങ്ങനെ ആ ഒരു ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നത്. ആമേൻ. അത് ഹെബ്രായക്കാർക്ക് ലേഖനം 1:2 പറയുകയാണ്, ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നത്. എന്തുവാണ് അരുളി ചെയ്തിരിക്കുന്നത്? അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം. ആരാണ് ഈ അവൻ എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്? ഇറ്റ്സ് ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ്. ആ യേശു അവന്റെ തേജസ്സിന്റെ പ്രഭയാണ്. അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നതിനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് യേശുവിരിക്കുകയാണ്. അവൻ ദൈവദൂതന്മാരെക്കാളും വിശിഷ്ടമായ നാമത്തിന് അവകാശിയായി ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. അതേ, ദൈവദൂതന്മാരെക്കാളും ശ്രേഷ്ഠനായി ദൈവത്തിന്റെ മഹിമാ സന്നിധാനത്ത് വലതുഭാഗത്ത് സ്വർഗത്തോളം കയറിപ്പോയി. ആമേൻ. അനേക സ്വർഗങ്ങളുണ്ട്. അതെല്ലാം കടന്ന് ദൈവ സാന്നിധ്യമായിരിക്കുന്ന സ്വർഗത്തിൽ അവിടെ കർത്താവ് എത്തിപ്പെടുകയും ആ വലത്തുഭാഗത്ത് ആ തേജസ്സിലിരുന്ന യേശുവാണ് താഴ്മയോടെ താഴോട്ട് വന്നത്. സ്തോത്രം. നിങ്ങളെ എന്നെ തേടി സ്തോത്രം. ഈ ആമേൻ ശാപമേറ്റ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനെന്നോണമല്ല, ഒരു അടിമയെന്നോണം കർത്താവ് യേശു ക്രിസ്തു കടന്നു വരുന്നത് ഈ തേജസ് വിട്ടിട്ടാണ്. ഈ മഹിമ വിട്ടിട്ടാണ് യേശു വന്നത്. മാത്രമല്ല, ഭൂമിയിൽ തൻ്റെ ഭൗമിക ജീവിതകാലത്ത് കഷ്ടാനുഭവത്തിലൂടെ കടന്നുപോയിട്ട് വീണ്ടും കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പോയത് ഈ പിതാവിന്റെ വലത്തുഭാഗത്തെ തേജസ്സിലേക്കാണ്. സ്തോത്രം. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൽ ഒരു മഹത്വമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് യേശു ക്രിസ്തുവിന്റെ സാദൃശ്യത്തിലേക്ക് അവനോടുകൂടെ ഇരുത്തിയിരിക്കുന്നു. ആമേൻ. ലുക്ക് അറ്റ് ദാറ്റ്. വാട്ട് എ മൈറ്റി കോളിംഗ് അപ്പോൺ യുവർ ലൈഫ്. സ്തോത്രം. ഈ ഭൂമിയിലല്ല ഞാൻ വസിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിനോട് കൂടെയാണ് എന്നെ ഇരുത്തിയിരിക്കുന്നത്. ഇപ്പോഴല്ല, വരാനിരിക്കുന്ന കാര്യത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ആമേൻ. അതിനൊരു വില കൊടുക്കാനുണ്ട് കേട്ടോ. വെറുതെ ഇത് കിട്ടത്തില്ല. സ്തോത്രം. വില കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഈ ദിവസങ്ങൾ തരുവാൻ ദൈവം തയ്യാറാണ്. ദൈവിക പദ്ധതിയാണിത്. അതേ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. നിക്കോദെമോസ് യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ യേശു നിക്കോദെമോസിനെ പറഞ്ഞു, നിക്കോദെമോസേ, നീ വീണ്ടും ജനിക്കണം. ആത്മാവിനാലും വെള്ളത്താലും ആത്മാവിലും ജനിച്ചു എങ്കിൽ ദൈവരാജ്യത്തിൽ ജനിച്ചില്ല എങ്കിൽ കടപ്പാൻ കഴിയില്ല. നിങ്ങൾ പുതിയതായി ജനിക്കണം എന്ന് ഞാൻ നിന്നോട് പറയുക. നീ ആശ്ചര്യപ്പെടരുത്. ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചവനെ സംബന്ധിച്ചിടത്തോളം അവനൊരു പുതിയ സൃഷ്ടിയാകുകയാണ്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ജനിക്കുകയാണ്. അപ്പോൾ ഭൂമിയിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. ക്രിസ്മസിന്റെ ലൈറ്റുകളും അതിൻ്റെതായ മോടികളും ഒക്കെ ഡിസംബർ ആകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതൊക്കെ അല്പം കഴിയുമ്പോൾ അങ്ങ് 2 ദിവസം കഴിയുമ്പോൾ തീരുകയും ചെയ്യും. അതിലുള്ള ആ ഒരു ഗ്ലിറ്ററും ഗ്ലാമറും അല്ല. ആമേൻ. സ്തോത്രം. ക്രിസ്താവിനെ പുൽത്തോട്ടിൽ കിടത്തിയിട്ട് ആമേൻ അതിനെ എടുത്ത് പിന്നെ എടുത്ത് അലമാരിക്കകത്ത് വെക്കുന്നതല്ല ദൈവത്തിന്റെ മഹത്വം. ക്രിസ്തു എൻ്റെ ഉള്ളിൽ ജനിക്കണം. ക്രിസ്തു എൻ്റെ പ്രതീക്ഷയായി തീരണം. ക്രിസ്തു എനിക്ക് പ്രത്യാശയായി തീരണം. ക്രിസ്തു എന്നിൽ വളരാൻ തുടങ്ങണം. ഞാൻ ക്രിസ്തുവിന്റെ ഛായയിലേക്ക് ഈ ഭൂമിയിൽ മാറ്റപ്പെടാൻ തയ്യാറാകണം. സ്തോത്രം. അപ്പോൾ ഞാൻ മഹത്വീകരിക്കാൻ തുടങ്ങും. ഒരു മഹത്വീകരണത്തിന്റെ ഭാഗമാണത്. പുറമേ എൻ്റെ ശരീരത്തിനകത്ത് മഹത്വമൊന്നും കാണുന്നില്ല, പക്ഷെ എൻ്റെ അകത്തൊരു മഹത്വം നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ അകത്തൊരു മഹത്വീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വചനം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ, വചനം ഞാൻ സ്വീകരിക്കുമ്പോൾ, യേശുവിൽ രക്ഷിക്കപ്പെടുമ്പോൾ, ഞാൻ ഒരു പുതിയ സൃഷ്ടിയായി മാറുമ്പോൾ, എൻ്റെ ഉള്ളിൽ യേശു ജനിച്ചപ്പോൾ, ഞാനൊരു പുതിയ വ്യക്തിയാക്കി എൻ്റെ യേശു തീർന്നപ്പോൾ, എന്നെ ക്രൂശിൽ കർത്താവ് വീണ്ടെടുത്തപ്പോൾ എന്നെ ദൈവം മഹത്വീകരണത്തിലേക്ക് നടത്തുകയാണ്. സ്തോത്രം. അതൊരു പ്രോസസ്സാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിന് എത്ര പേരൊന്ന് മഹത്വം. നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തെ ഒന്ന് മഹത്വം കൊടുത്ത ദൈവത്തെ ആമേൻ മഹത്വീകരണത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് പ്രത്യേകതയുണ്ട്. അവർ ദൈവത്തെ നമസ്കരിക്കുന്നവരാണ്. എക്സഡസ് പുറപ്പാട് പുസ്തകത്തെ ദൈവം ആഗ്രഹിച്ചതിന്റെ ദൈവം പറയുകയാണ്, കാരണം സ്വർഗത്തിൽ ദൈവത്തെ ആരാധനയാണ്. ആമേൻ. വല്ലതും പറയുന്ന സ്വർഗത്തെ ആരാധന മാത്രമേ ഉള്ളൂ. ആരാധന മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് ആണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ അന്യ ദൈവത്തെ നമസ്കരിക്കരുത്. യഹോവയുടെ നാമം തീക്ഷ്ണ എന്നാകുന്നു. അവൻ തീക്ഷ്ണതയുള്ള ദൈവം തന്നെ. അപ്പോൾ ദൈവത്തെ യേശു പറയുകയാണ്,
എൻ്റെ പിതാവിനെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. ആ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുമ്പോൾ ആ ആരാധിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങും. എന്റെയും നിങ്ങളുടെയും ശരീരം ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ മഹത്വം എന്റെ ശരീരത്തിൽ വെളിപ്പെടും. സ്തോത്രം. വെറുതെ ഇരിക്കരുത്. ദൈവാലയത്തിൽ വന്നിട്ട് കിടന്ന് ഉറങ്ങുവാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിശ്വാസി വരേണ്ട കാര്യമില്ലായിരുന്നു. നിങ്ങളുടെ ആരാധനകൾ മടുപ്പായി തീരരുത്. സ്തോത്രം. ഓരോ ദിവസം ആരാധനകൾക്ക് വ്യത്യാസം വരും. ദൈവത്തിന് ആത്മാവിൽ ആരാധന വ്യത്യസ്തമാണ്, ചടങ്ങല്ല, പാരമ്പര്യമല്ലത്. ഹല്ലേലൂയ. നാളെ അടുത്ത ഞായറാഴ്ച നടക്കുന്ന ആരാധന വ്യത്യസ്ത തരങ്ങളിലായിരിക്കും. ദൈവത്തിന് ആത്മാവാണ് ആരാധന നടത്തുന്നത്. അപ്പോൾ എൻ്റെ ശരീരം വിശുദ്ധ മന്ദിരമായി തീരുമ്പോൾ അതിനകത്ത് ദൈവത്തിന് മഹത്വം ഇറങ്ങും. അതുകൊണ്ടാണ് ശലോമോന്റെ ആലയത്തിനകത്ത് മഹത്വം ഇറങ്ങുന്നത്. 2 ക്രോണിക്കൽസ് അവിടെ അതിന്റെ 5:13 അതിന്റെ 5:13 കാഹളക്കാരും സംഗീതക്കാരും ഒത്തൊരുമിച്ച് കാഹളങ്ങളോടും കൈത്താളങ്ങളോടും വാദിതന്ത്രങ്ങളും കൂടെ അവൻ നല്ലവനല്ലോ അവനെ ദയ നയിക്കുമുള്ളത് എന്ന ഏകസ്വരത്തിൽ കേൾക്കുമാർ യഹോവയെ വാഴ്ത്തി സ്തുതിച്ചു. ഉച്ചത്തിൽ പാടി യഹോവയെ സ്തുതിച്ചപ്പോൾ യഹോവയുടെ ആലയമായ മന്ദിരത്തിൽ ഒരു മേഘം നിറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ മഹത്വം ഏക സത്യത്തിൽ, ഏക ആത്മാവിൽ, ഏക ശരീര, ഏക മനസ്സിൽ അവരെ ദൈവത്തെ ആരാധിച്ചപ്പോൾ അവരെ പെന്തക്കോസ്ത് ദിനം വന്നപ്പോൾ അവൻ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവിടെ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി കേട്ടോ. സ്തോത്രം. ദൈവത്തിന്റെ സാന്നിധ്യത്വവും ദൈവത്തിന്റെ മഹത്വവും തമ്മിൽ വ്യത്യാസമുണ്ട്. എവിടെ ദൈവത്തെ ആരാധിച്ചാലും ദൈവ സാന്നിധ്യമുണ്ട്. പക്ഷേ ദൈവ സാന്നിധ്യത്തിനകത്ത് വെളിപ്പെടുന്ന ദൈവിക മഹത്വമുണ്ട്. ആ മഹത്വം പെന്തക്കോസ്തിൽ ഇറങ്ങിയപ്പോൾ ലോകത്തിന്റെ ചരിത്രത്തിന്റെ താളുകൾക്ക് സ്തോത്രം പുതിയത് ചിലത് എഴുതി ചേർക്കുവാൻ തക്കോണം ദൈവം ഇടയാക്കി. വൻ കാര്യങ്ങൾ കർത്താവ് സാധാരണക്കാരിലൂടെ ദൈവം ചെയ്തു. ആ സാധാരണമായ പ്രവർത്തികൾ വെളിപ്പെടാൻ തുടങ്ങി. എവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടോ, അസൂസ സ്ട്രീറ്റിൽ വെളിപ്പെട്ടപ്പോൾ ശരീരഭാഗങ്ങളില്ലാത്ത ശരീരഭാഗങ്ങൾ ഉളവായി വന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മേഘം യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞു. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ നിൽപ്പാൻ പുരോഹിതർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുമ്പോൾ മനുഷ്യന്റെ സ്തോത്രം ഒരു ശുശ്രൂഷയല്ല, ഒരു ദൈവിക ശുശ്രൂഷയോടെ വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടക്കുകയാണ്. യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ ആദ്യം യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ. എങ്ങനെ പ്രാർത്ഥിക്കണം? ആദ്യം പ്രാർത്ഥിക്കേണ്ടത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം മഹത്വം എടുക്കണമേ. ലെറ്റ് യുവർ നെയിം ബി ഗ്ലോറിഫൈഡ്. ഫാദർ ഇൻ ഹെവൻ, ലെറ്റ് യുവർ നെയിം ബി ഗ്ലോറിഫൈഡ്. ദൈവത്തിന്റെ നാമം മഹത്വം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നതൊക്കെയും ദൈവനാമം മഹത്വത്തിനായി തീരുവാൻ വേണ്ടിയാണോ? നമ്മുടെ ഉദ്ദേശങ്ങൾ എന്താണ്? ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത് ദൈവവേല ഞങ്ങൾ പലരും ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ മഹത്വത്തിനാണോ? നമ്മുടെ പേര് പ്രശസ്തിയാകുവാനാണോ? നമ്മുടെ പേരുകൾ യൂട്യൂബിൽ വരുവാനാണോ? നമ്മുടെ പേരുകൾ പത്രത്തിൽ അച്ചടിച്ച് വരുവാനാണോ? അല്ലെങ്കിൽ എനിക്കൊരു ഉന്നതമായ റവറന്റ് എന്നുള്ള പേര് കിട്ടുവാനാണോ? അല്ല, ദൈവത്തിന്റെ നാമ മഹത്വത്തിന് വേണ്ടി അനേക ജാതികൾ കർത്താവിന്റെ മഹത്വത്തിലേക്ക് കടന്നു വരുവാൻ എന്നെ ദൈവം ഒരു മഹത്വത്തിന്റെ ഉപകരണമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്ന ഒരു കൂട്ടം ജനത്തെ കർത്താവിന് ആവശ്യമുണ്ട്. അവരെ കൂട്ടിവരുത്തുവേൻ. ഹല്ലേലൂയ. ഹെരോദാവ് ദൈവത്തിന് മഹത്വം കൊടുത്തില്ല. അവൻ രാജവസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ, ദൈവത്തിന്റെ ശബ്ദം എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ദൈവത്തിന് മഹത്വം കൊടുത്തില്ല. സ്തോത്രം. അങ്ങനെ ദൈവത്തിന് മഹത്വം കൊടുക്കാതിരുന്നപ്പോൾ ആദ്യമായിട്ട് അവിടെ പലരും മരിച്ചു വീണവരുണ്ട്. പക്ഷേ എല്ലാവരും മരിച്ചിട്ട് കൃമി അതിനുശേഷമാണ്, കുഴിച്ചിട്ടതിന് ശേഷം ആ കൃമി തിന്നുന്നത്. ഹെരോദാവിൻ്റെ ഒരു പ്രത്യേകത, മരണത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇദ്ദേഹം മരിച്ചത് കൃമി തിന്നാണ് മരിച്ചത്. സോ നിൽക്കുന്ന നിൽപ്പിൽ ഹി വാസ് ഈറ്റൻ ബൈ ദ വോംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മോശ ഹോറേബിൽ ദൈവത്തിന് പാറയെ അടിച്ചപ്പോൾ അവിടെ മോശ ദൈവത്തിന് മഹത്വം കൊടുത്തില്ല എന്നാണ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അറിയാതെ പറ്റിപ്പോയതാണ്. പക്ഷെ അത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ദൈവത്തിന്റെ മഹത്വം ദൈവം ആർക്കും കൊടുക്കത്തില്ല. ഒരത്ഭുതം നടന്നു. തീക്കൽ പാറ അടിച്ചപ്പോൾ തണുത്ത ജലം പുറപ്പെട്ടു. ദൈവം അത്ഭുതം ചെയ്യും കേട്ടോ. പക്ഷെ ആ ദൈവത്തിന് അത്ഭുതത്തിന് മുമ്പിൽ, ആ അത്ഭുതത്തിന് എനിക്കോ നിങ്ങൾക്കോ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയത്തില്ല. മഹത്വം കർത്താവിലായിരിക്കും. ക്രിസ്തുവിൽ നമ്മൾ മറിഞ്ഞിരിക്കാം. ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ തീ ഇറങ്ങിയപ്പോൾ ഏലിയാവിന്റെ പ്രാർത്ഥന സൂക്ഷ്മമായി വായിച്ചാൽ മനസ്സിലാകും. ദൈവം ജീവിക്കുന്ന ദൈവം ആരാണെന്ന് അറിയുവാനും എന്നെ ദൈവം അയച്ചു എന്ന് അറിയുവാനും കർത്താവേ ഈ ആകെ വസ്തുവിന്റെ മേൽ തീ ഇറങ്ങണമേ എന്ന് പറഞ്ഞപ്പോൾ ആ നിമിഷത്തിൽ തീ ഇറങ്ങി.
കാരണം എന്താണ്? ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണമെന്ന് ഏലിയാവ് ആഗ്രഹിച്ചു. ദേശം വിടുവിക്കപ്പെടണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഈ അശ്വരുടെയും ബാലയുടെയും പ്രവാചകന്മാരുടെ എല്ലാ പൊള്ളത്തരങ്ങളും പുറത്തു വരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ആ ദൈവത്തിന് വേണ്ടി ഒറ്റയ്ക്ക് നിൽക്കുവാൻ അദ്ദേഹം തയ്യാറായി. ഈ ദിവസങ്ങളിൽ ചില ദൈവിക ശുശ്രൂഷകൾ, ദൈവിക സത്യപ്രവാചകന്മാർ ആരാണെന്ന് ദേശത്ത് വെളിപ്പെടുവാൻ, സത്യദൈവം ആരാണെന്ന് വെളിപ്പെടുവാൻ ചിലരെ കർത്താവിന് ആവശ്യമുണ്ട്. സ്തോത്രം. ഈ ദിവസങ്ങളിലും ആകയാൽ നിങ്ങൾ കുടിച്ചാലും തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവേൻ. ഞാൻ ഓടാനൊക്കെ പോകാറുണ്ട്, അല്പം എക്സസൈസ് ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്. സ്വതം എന്തോ എനിക്ക് മസിലൊന്നും ഉണ്ടാകാൻ വേണ്ടിയല്ല ഞാൻ ചെയ്യുന്നത്. ഇനിയും കുറച്ച് നാളിൽ കൂടി ഓടിയാൽ കൊള്ളാതുണ്ട്, അല്ലെങ്കിൽ ഈ ഷുഗറും പ്രഷറും ഹാർട്ട് അറ്റാക്കും ഒക്കെ ആയിട്ട് തീരണ്ട എന്ന് വിചാരിച്ച് ഞാനത് പലരും ചെയ്യുന്നു. അതുകൊണ്ട് എന്തു ചെയ്താലും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുവാൻ, ദൈവത്തിന് വേണ്ടി ഇനിയും ഓടുവാൻ, കർത്താവേ സ്തോത്രം, എന്ത് ചെയ്താലും കർത്താവേ അങ്ങയുടെ നാമമഹത്വത്തിനായി തീരുവാൻ സ്തോത്രം. കർത്താവേ ഇടയാക്കണമേ എന്ന് ഇന്ന് നമ്മൾ ആഗ്രഹിക്കും. നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ശുശ്രൂഷിക്കുന്നവരായിരിക്കാം, പാട്ട് പാടുന്നവരായിരിക്കാം, ഒന്നും നമ്മുടെ മഹത്വത്തിന് വേണ്ടിയല്ല, ദൈവ മഹത്വത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ കർത്താവ് ഉയർത്തേണ്ട മണ്ഡലങ്ങളിൽ ഈ ദിവസങ്ങളിലും കർത്താവ് ഉയർത്തുവാൻ തക്കവണ്ണം ഇടയാകും. അതുകൊണ്ട് ഈ ദിവസങ്ങളിലും മനുഷ്യപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ പ്രപഞ്ചം മുഴുവൻ കാത്തിരിക്കുകയാണ്. റോമർക്ക് ലേഖനം 8:19 പറയുകയാണ്, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഇത് കേൾക്കുന്ന ദൈവവൈതലേ, ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പ്രപഞ്ചമുണ്ട്. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലുണ്ട്. എവിടെയാ? പൈശാചിക മണ്ഡലങ്ങളിൽ നിന്ന് മാത്രമല്ല, ഈ നശിച്ചു ഈ ദിവസങ്ങളിൽ നിത്യത അവകാശിയായി തീരുവാനൊക്കെ ഇടയാകുവാൻ ഒരു വിടുതൽ ആ ഒരു മണ്ഡലത്തിലുണ്ട്. ദൈവമക്കൾ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്ന് ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. അതിന് 22 വാക്യം പറയുകയാണ്, മനഃപൂർവ്വമായിട്ടില്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം അത്രേ സർവ്വസൃഷ്ടി ഇതുപോലെ നീറ്റുന്നോ അനുഭവിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന് വേണ്ടി ഈറ്റുന്നോ അനുഭവിക്കുകയാണ്. ഈ കർത്താവായ യേശു ക്രിസ്തു അതെ യേശു കർത്താവിനെ പരീക്ഷിക്കുന്നുണ്ട്. നമുക്ക് സമയത്തിന്റെ പരിമിതികൾക്കുള്ളിൽ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവം അനുവദിച്ചാൽ പിന്നീട് കൂടുതൽ കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തുക, അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് കർത്താവ് പറയാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിന്റെ, നമ്മൾ മുമ്പ് കേട്ടൊരു വചനമുണ്ടായിരുന്നു, ഒരു കണ്ണും കണ്ടിട്ടില്ല, 1 കൊരിന്ത്യർ 2 എഴുതിയിട്ടുണ്ട്, ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല, ഒരു ഹൃദയവും ഗ്രഹിച്ചിട്ടില്ല ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി എന്താണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് ആരും കണ്ടിട്ടില്ല. പക്ഷേ പരിശുദ്ധാത്മാവാണ് ഇതിൽ അതെ വെളിപ്പെടുത്തുന്നത്. അതെ, മോശയോട് ചില ഭക്തന്മാർ, ദൈവത്തിന്റെ ഭക്തന്മാർ, കർത്താവിൽ വിശ്വസിച്ചവർ, ദൈവത്തിന് വേണ്ടി നെഞ്ചും നെറ്റിയും കൊടുത്തവർ, ജീവിതത്തിൽ ഉന്നതമായ പദവികൾ ആയിരുന്നപ്പോൾ കർത്താവിന് വേണ്ടി സകലതും വിട്ട് പലയിടങ്ങളിലേക്ക് ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി പോയവരൊക്കെ എന്തിനു പോയി എന്ന് ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു. മോശയുടെ കാര്യമാണ് പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നത്. മോശ ഈ ലോകത്തിൽ ഒരു കാലഘട്ടത്തിൽ ഒരു മനുഷ്യന് കിട്ടാകുന്നതിൻ്റെ ഏറ്റവും ഉന്നതവും ശ്രേഷ്ഠവുമായ പദവിയും മിസ്രൈമിൽ അല്ലെങ്കിൽ ഈജിപ്തിന്റെ അനേക തലമുറകൾക്ക് ജീവിക്കാൻ കഴിയുന്ന അതിൻ്റെ ട്രഷേഴ്സ് നിധി ഉണ്ടായിരുന്നു എന്നാണ് വചനത്തിലൂടെ പറയുന്നത്. മിസ്രൈമിന്റെ നിക്ഷേപങ്ങളെക്കാൾ ദ ട്രഷേഴ്സ് ഓഫ് ഈജിപ്റ്റ് he considered the reproach of Christ greater. ക്രിസ്തുവിന്റെ നിന്നെ വലുതെന്ന് ക്രിസ്തുവില്ലായിരുന്നു. പക്ഷേ ദൈവം കാണിച്ച ഒരു ദൈവിക ദർശനം മോശ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നു. മോശയുടെ ആത്മാവിൽ തൻ്റെ അമ്മ മുഖാന്തരം കൊടുത്തൊരു ദൈവിക ദർശനം, അല്ലെങ്കിൽ ദൈവത്തിന് ആത്മാവ് കൊടുത്തൊരു ദൈവിക ദർശനം ഉണ്ടായിരുന്നു. അതാണ് മോശയെ മിസ്രൈം വിട്ടുപോകുവാൻ ഇടയാക്കിയത്. അങ്ങനെ വിട്ടുപോയ മോശ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയെങ്കിലും നിരാശനായില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മോശയെ ദൈവം വീണ്ടും മടക്കിക്കൊണ്ടുവന്നുകൊണ്ട് ആ ദൈവത്തിന്റെ മഹത്വം മോശയിലൂടെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഫറവോനെ മോശയുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയതിന്റെ കാരണം മറ്റൊന്നുമല്ല, അത്
ഫറവോൻ അല്ലെങ്കിൽ അന്നുണ്ടായ ആഭിചാരക്കാര് മോശ ചെയ്ത കാര്യങ്ങളൊക്കെ ഏകദേശം അതുപോലെ തന്നെ ചെയ്തു. അപ്പോൾ ദൈവത്തിന്റെ മഹത്വത്തിന്റെ പോലെ തന്നെയുള്ള കാര്യങ്ങൾ ഭൂമിയിൽ പ്രദർശിപ്പിക്കും. പക്ഷേ ദൈവത്തിന്റെ മഹത്വവുമായി കടന്നുപോയ മോശയ്ക്ക് മുമ്പിൽ ഫറവോന് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. ദൈവം ആ ദേശത്തെ വിധിച്ചു. അവിടെ ഉണ്ടായിരുന്ന അന്യ ദൈവങ്ങളെ ദൈവം വിധിച്ചു. യെസ്, ഹല്ലേലൂയ. അവിടെ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി. അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളാലും ദൈവത്തിന്റെ മഹത്വം മിസ്രയീമിൽ വെളിപ്പെട്ടു. 10 അത്ഭുതങ്ങൾ ദൈവം ചെയ്തു. അതിനുശേഷം ചെങ്കടലിനെ പിളർന്നു. ദൈവിക മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ട് അവരെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ആമേൻ കണ്ട ദർശനം ഒരിക്കലും മോശയെ നാശത്തിലേക്കല്ല കൊണ്ടുപോയത്, ദൈവത്തിന്റെ മഹത്വത്തിലേക്ക്. കഷ്ടങ്ങളോടെ 40 വർഷം പോയെങ്കിൽ 40 വർഷം വീണ്ടും കഷ്ടങ്ങളോടെ പോയെങ്കിൽ മോശയോട് ദൈവം പറഞ്ഞു, മോശേ നീ ഈ കാണുന്ന ഈ മഹത്വത്തിൽ നീ പ്രവേശിക്കത്തില്ല, ഈ ഭൂമിയിൽ നീ കാണുന്ന മഹത്വത്തിൽ നീ പ്രവേശിക്കത്തില്ല. മോശ പറഞ്ഞു, വേണ്ട, ആ വാഗ്ദത്തം വേണ്ട, വാഗ്ദത്ത ദേശമല്ല ഞാൻ തേടിയിറങ്ങിയത്, ഞാൻ തേടിയിറങ്ങി നിന്റെ മഹത്വമാ ദൈവമേ. മോശ അവിടെ ഒരു കംപ്ലൈന്റും പറഞ്ഞില്ല കേട്ടോ. അവിടെ പർവ്വതത്തിന്റെ മുകളിൽ മോശ നിർത്തുമ്പോൾ പർവ്വതത്തിന്റെ മുകളിൽ മോശ ഇങ്ങനെ നോക്കുകയാണ്. നീ വാഗ്ദത്ത ദേശം നീ കാണും മോശേ, പക്ഷെ നീ അതിനകത്ത് കാല് ചവിട്ടത്തില്ല. മോശ ചോദിച്ചില്ല, കർത്താവ് ഇതെന്ത് പരിപാടിയാ, ഇത്രയും കഷ്ടത സഹിച്ചിട്ട് എനിക്ക് നീ വാഗ്ദത്ത ദേശം തന്നില്ലെന്നോ എന്ന് പറഞ്ഞ് മോശ സ്തോത്രം ദൈവത്തിന് മുമ്പിൽ കംപ്ലൈന്റ് ചെയ്തില്ല. മോശ പറഞ്ഞു, ഹല്ലേലൂയ, ഒരു കുഴപ്പമില്ല ദൈവമേ, ഞാൻ കണ്ട ദർശനം ഈ വാഗ്ദത്ത ദേശത്തിന് അപ്പുറത്തുള്ള ദർശനമാണ്. ദൈവത്തിന്റെ മഹത്വം ഞാൻ കണ്ടത്. ഐ വാണ്ട് ടു ഗെറ്റ് ഇൻ ടു യുവർ ഗ്ലോറി. ഐ ആം ലുക്കിംഗ് ഫോർ ദാറ്റ്, നോട്ട് ഫോർ ദിസ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തിരിച്ചറിയുന്ന എത്ര പേര് ഞാൻ പറയുന്നത് മനസ്സിലാകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കഥാവിനൊന്ന് സ്തോത്രം ചെയ്താൽ. നമ്മൾ കാണുന്നതല്ല, അതിനപ്പുറത്ത് ചിലത് മോശ കണ്ടു. ദൈവത്തിന്റെ മഹത്വം മോശ കണ്ടു. എൻ്റെ പിന്നാമ്പറങ്ങൾ മാത്രം നീ കാണകത്തുള്ളൂ, പക്ഷെ അത് മതി. മോശ പറഞ്ഞു, അത് മതി. യെസ്, ദാറ്റ്സ് ഓൾ ഐ നീഡ്. സ്തോത്രം. എനിക്ക് വരാൻ ആ മോശയെ ദൈവം അടക്കിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം അതിൽ പ്രസാദിച്ചു. കാരണം ദൈവം നീതിയുള്ള ദൈവമായതുകൊണ്ട് മോശയെ ദൈവം അതിൽ കടത്തിയില്ല. പക്ഷേ തൻ്റെ മഹത്വത്തിൽ ദൈവം മോശയെ അടക്കിയെന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത്. സ്തോത്രം. എബ്രഹാമിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്, എബ്രഹാം തേജോമയനായ ദൈവത്തെ ഊരിൽ വെച്ച് കണ്ടു. ദൈവത്തിന്റെ മഹത്വം കണ്ടിറങ്ങിയ എബ്രഹാമിന് ദൈവം ആരാണെന്ന് തിരിച്ചറിയാൻ തക്കോണയാകി. പൗലോസ് ഒരു ദർശനം കണ്ടവനായി, അല്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വം കണ്ട ഒരു പൗലോസ് പറയുകയാണ്, 3-ാം സ്വർഗത്തോളം എൻ്റെ ദൈവം എന്നെ എടുത്തുകൊണ്ട് പോയതാ. അവിടെ ഞാൻ കണ്ടത് ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് ഇന്നുള്ളത് ഒന്നുമല്ല മഹത്വം. ഹല്ലേലൂയ. വരാൻ പോകുന്ന മഹത്വം എന്നാണ് അല്പം ഞാൻ രുചിച്ചതാ. അതുകൊണ്ട് ഞാൻ മരിച്ചാൽ ക്രിസ്തുവിനോട് കൂടെ, ഞാൻ ജീവിച്ചാൽ ക്രിസ്തുവിനോട് കൂടെ. ആമേൻ. ഈ ശരീരം വിട്ട് ക്രിസ്തുവിനോട് ചേരുവാനാണ് എനിക്ക് ആഗ്രഹം. അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ലോകത്തിൽ മാത്രം ഒതുങ്ങുന്നതാണെങ്കിൽ ആമേൻ, സ്തോത്രം, സ്തോത്രം, നിങ്ങൾ മഹത്വത്തിൽ പ്രവേശിക്കാൻ ബുദ്ധിമുട്ടാകട്ടോ. കാഡില്ലാക്ക കാർ എന്നൊക്കെ പറയുമ്പോൾ എക്സൈറ്റ് നല്ലതാണ്. സ്തോത്രം. അങ്ങനെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് കോരിത്തരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, ആമേൻ, നമ്മൾ ഇന്നും ലോകത്തിന്റെ മഹത്വത്തിന്റെ പിന്നാലെ പോയിക്കൊണ്ടേ. അതൊന്നും എന്നെ ഒന്നും രോമാഞ്ചം കൊള്ളിക്കത്തില്ല, അതൊന്നും എന്നെ കണ്ണഞ്ചിപ്പിക്കത്തില്ല. എന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു മഹത്വം ഞാൻ കണ്ടു. സ്തോത്രം. അത് കാണാൻ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾ ഉൾക്കണ്ണുകളെ തുറക്കട്ടെ. സ്തോത്രം, സ്തോത്രം. യേശുവിനെ പരീക്ഷിക്കുമ്പോൾ ആമേൻ, അവനെ ലോകത്തിന്റെ മഹത്വം മുഴുവൻ കാണിച്ചു കൊടുത്തു. മലയുടെ മുകളിൽ കൊണ്ടുപോയി യേശു പറഞ്ഞു, ഹല്ലേലൂയ, ഇതാണോ മഹത്വം? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ലൂസിഫർ വന്ന് അവൻ സാക്ഷാൽ ലൂസിഫർ ഇറങ്ങി വന്നിരിക്കാം. സാത്താൻ അവനെ പരീക്ഷിച്ചപ്പോ പറഞ്ഞു, ലോകത്തിന്റെ മഹത്വം മുഴുവൻ, ഹി ഷോ ദ ഗ്ലോറി. പക്ഷെ യേശു പറഞ്ഞു, ഇതിലും വലിയ മഹത്വത്തിൽ ജീവിച്ച യേശു പറഞ്ഞു, ഇതെല്ലാം സ്തോത്രം പാഴാണ്, ഇതെല്ലാം പാഴാണ്, ഇതെല്ലാം ഒരു ദിവസം തീരും. ഞാൻ അതിനെ ചപ്പും ചവറുമെന്ന് എണ്ണുന്നു. വരാനിരിക്കുന്ന മഹത്വത്തെ തുലനം ചെയ്യുമ്പോൾ ആമേൻ, വരാനിരിക്കുന്ന മഹത്വത്തെ തുനൊന്ന് ചിന്തിച്ചാട്ടെ. ഇന്നത്തെ കഷ്ടങ്ങൾ നിസ്സാരമാണ് കർത്താവേ. എന്ത് നഷ്ടത്തിന് മുമ്പാണെങ്കിലും, എത്ര വലിയ ദുഃഖത്തിൻ്റെയും ഭാരത്തിൻ്റെയും മധ്യയാണെങ്കിലും, കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് എനിക്ക് ഒരുപാട് മുമ്പൊക്കെ നിരാശ തോന്നാറുണ്ടായിരുന്നു. ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ഇറങ്ങിയത് കൊണ്ട് ചിലതൊക്കെ നേടുവാൻ സാധിച്ചില്ല എന്ന് ദുഃഖിക്കുന്ന അനവധി പേര് ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊരു വ്യക്തിയുമാണ് ഞാൻ. പക്ഷേ സ്വതം കഴിഞ്ഞ അതിന് ശേഷം ദൈവത്തിന് ആത്മാവിൻ്റെ ഉള്ളിലൊരു കാഴ്ച, ഒരു വെളിപ്പാട്, ഒരു ദർശനവും വെളിപ്പാടും തന്നു. ഇതൊന്നും നേടിയില്ലെങ്കിലും സ്തോത്രം, ഇതിനപ്പുറത്തുള്ളതാണ് ദൈവം നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്നത്. ഇതൊന്നും നിനക്ക് ലഭിച്ചില്ലെങ്കിലും ഒന്നും സാരമില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഇതിനപ്പുറത്തൊരു ദർശനം കണ്ടിട്ടാണ് ഇറങ്ങിയെങ്കിൽ ആമേൻ, ഒന്നിനെ എന്നെ നിരാശപ്പെടുത്താൻ കഴിയത്തില്ല. ആരൊക്കെ എന്നൊക്കെ എന്തൊക്കെ കമ്പയർ ചെയ്താലും എനിക്ക് നിരാശയില്ല കേട്ടോ. കാരണം അതിനൊക്കെ അപ്പുറത്തൊന്ന് ഞാൻ കാണുന്നുണ്ട്.
ഹല്ലേലൂയ. എൻ്റെ വാക്തത്വം എവിടെയല്ല. ഐ ആം നോട്ട് എ സിറ്റിസൺ ഓഫ് ദിസ് പ്ലേസ്. അല്പസമയം കൂടി ഞാൻ എടുക്കുകയാണ്. ആമേൻ. ഞാൻ ആം നോട്ട് എ സിറ്റിസൺ. സ്തോത്രം. എൻ്റെ ദേശം എവിടെയല്ല. സ്തോത്രം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, അവിടെ പറയുന്നത്, കൈപ്പണിയല്ലാത്ത നിത്യഭവനത്തിനായിട്ട് ദൈവത്തിന്റെ ദാനമായിരിക്കട്ടെ. ഞങ്ങളുടെ കൂടാരമാകുന്ന ഭവഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ഞങ്ങളുടെ ഇതൊരു കൂടാരമാ ശരീരം. സ്തോത്രം. പക്ഷേ കൈപ്പണിയല്ലാത്ത ഒരു കെട്ടിടം ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനവുമായ നരകമല്ല നഗരത്തിന് വേണ്ടി അവർ കാത്തിരുന്നു. ആരാ? എബ്രഹാം കാത്തിരുന്നു. എബ്രഹാം പിതാവിന്റെ പ്രത്യേകത ഏതായിരുന്നു? ആമേൻ. വേറെ ഒരു വിശ്വാസമല്ല. അദ്ദേഹത്തെ വിശ്വാസികളുടെ പിതാവാക്കി ഞാൻ വിശ്വസിക്കുന്നതാണ്. കൈപ്പണിയല്ലാത്ത ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. നിങ്ങൾക്ക് ഞാൻ സ്വർഗത്തിൽ ആമേൻ സ്ഥലങ്ങൾ ഒരുക്കിയിട്ട് വരാമെന്ന് യേശു പറയുന്നത് വെറുതെ അല്ല. അതെ, അവിടെ ഇന്ന് ഭൂമിയിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ യു ആർ നോട്ട് എ സിറ്റിസൺ. ഐ ആം നോട്ട് എ സിറ്റിസൺ ഹിയർ. എൻ്റെ സിറ്റിസൺഷിപ്പ് അമേരിക്കയിലല്ല, എൻ്റെ സിറ്റിസൺഷിപ്പ് ഓസ്ട്രേലിയയിലല്ല. നിങ്ങൾ ആര് UK പോയില്ലെങ്കിലും അമേരിക്ക പോയില്ലെങ്കിലും നിങ്ങൾ ആഫ്രിക്കക്കാരാണ്, ഏത് രാജ്യക്കാരാണെങ്കിലും അവിടെയല്ല നമ്മുടെ സിറ്റിസൺഷിപ്പ്. യഥാർത്ഥത്തിൽ യുവർ സിറ്റിസൺഷിപ്പ് ഈസ് ഇൻ ഹെവൻ. ഹല്ലേലൂയ. അത് അംബാസഡർ, യു ആർ ദ അംബാസഡർ ഓഫ് ക്രൈസ്റ്റ്. കർത്താവിന് വേണ്ടി ആമേൻ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന്റെ പേരിൽ അപേക്ഷിക്കുന്ന ആമേൻ മറ്റൊരു രാജ്യത്തിന്റെ സ്ഥാനപതിയാണ് സഹോദര നിങ്ങൾ. പിതാവേ നിങ്ങൾ, മാതാവേ നിങ്ങൾ, ആന്റിയെ നിങ്ങൾ, അല്ലെ നമ്മൾ. അത് ദൈവം നമ്മൾ മുഖാന്തരം പ്രബോധിക്കുന്ന പോലെ തന്നെയാകുന്നു. നമ്മുടെ ഫിലിപ്പിയർക്ക് ലേഖനത്തിന്റെ 3-ാം അധ്യായം 20-ാം വാക്യം പറയുകയാണ്, ഞങ്ങളുടെ പൗരത്വമോ ഭൂമിയിലല്ല. അല്ല, സ്തോത്രം. നമ്മുടെ പൗരത്വം ഇവിടെയല്ലെന്ന് സ്തോത്രം. എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നവരും ആമേൻ ഇതിന് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നവർ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, എൻ്റെ പൗരത്വം ആമേൻ സ്വർഗത്തിലാണ്. സ്തോത്രം. ആമേൻ. അവിടെ നിന്നും കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് ഞാൻ കാത്തിരിക്കുന്നു. നമ്മുടെ കാത്തിരിപ്പ് മറ്റൊന്നിനും വേണ്ടിയല്ല. ആമേൻ. സ്തോത്രം. നമ്മുടെ കാത്തിരിപ്പ് എവിടെയെങ്കിലും പോകാനല്ല. നമ്മുടെ കാത്തിരിപ്പ് ഭൂമിയിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കും. നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ ഒരു മഹത്വമുള്ള ശരീരമാക്കി മാറ്റുവാൻ എൻ്റെ കർത്താവ് വരുവാൻ സമയമായി. ആ കർത്താവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ആ ദൈവം ഈ ദിവസങ്ങളും നമ്മളെ വഴി നടത്തട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ് നമ്മളെ ഈ ദിവസങ്ങളിലും ആമേൻ ആ കർത്താവ് വഴി നടത്തട്ടെ. അവിടെ വചനത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ചിട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വിരമിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതെ, അവിടെ തിരുവചനം പറയുകയാണ് ആമേൻ അനവധി പേർ അവിടെ പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ട്. എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അബ്രഹാമിനെ പറ്റി സെഫാനോസ് പറയുന്ന ഒരു കാലടി നിലം പോലും അദ്ദേഹത്തിന് അവസാനം കിട്ടിയില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. സോ അതിൻ്റെ കാര്യങ്ങൾ പലതുണ്ടെന്ന് പറയപ്പെടുന്നത്. പക്ഷേ ഇതൊന്നും ഇവർക്കൊന്നും നിരാശയില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെന്ന് പറയുന്ന ആമേൻ അവരുടെ അവരെ പറഞ്ഞിരിക്കുന്ന ഹെബ്രായക്കാർക്ക് ലേഖനം ഹോൾ ഓഫ് ഫെയിം, അതായത് വിശ്വാസികളുടെ ഒരു ഹോളിനെ പറ്റി അവിടെ ഒരു സ്ഥലം കാണുന്നുണ്ട്. ഒരു കൂട്ടം വിശ്വാസികളെ പറ്റി എഴുതിയിട്ട് അവിടെ അതിൻ്റെ 11:36 പറയുന്നത്, പിന്നെ പറഞ്ഞിരിക്കുന്നത് കഷ്ടം സഹിക്കുന്ന ഒരു കൂട്ടം ജനതയെ പറ്റിയാണ്. വേറെ ചിലർ ആമേൻ ഇങ്ങനെ വിശ്വാസികൾ സിംഹത്തിന് വായെ അടച്ചു, തീയെ കെടുത്തി, മരിച്ചവർക്ക് തിരികെ കിട്ടി, ഇങ്ങനെ ശക്തമായ വിശ്വാസത്തെ പറ്റി പറഞ്ഞിട്ട് അതിന് 36-ാം വാക്യത്തിൽ പറയുന്നുണ്ട് വേറെ ചിലരുണ്ടായിരുന്നു, അവർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു, കല്ലേറേറ്റു, ഈർച്ചവാള അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാള കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉദരവും കഷ്ടവും സഹിച്ചു, കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളപ്പുകളും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. എന്നാൽ ദൈവം അവരെ സ്വന്തം നിത്യതയിൽ മഹത്വത്തിൽ ദൈവം പ്രവേശിപ്പിച്ചു. പക്ഷേ ആമേൻ ഇവരെ പറ്റി പറഞ്ഞ ഇവർ നമുക്ക് വേണ്ടി കാത്തിരിക്കാന്നായിരിക്കുന്നത്. അവരെല്ലാവരും വിശ്വാസ സാക്ഷ്യം ലഭിച്ചിട്ടും ഇതുവരെ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചിട്ടില്ല. അവർക്കൊന്നും ഭൂമിയിലൊന്നും കിട്ടിയില്ല. പക്ഷേ ഇനിയൊരു വാഗ്ദത്ത നിവൃത്തി നടക്കാണ്ട് അവരുടെ ജീവിതത്തിൽ. അത് നടക്കാൻ പോകുന്നത് നമ്മളോടെ ചേരുമ്പോൾ, യേശു വരുമ്പോഴാണ്. യേശുവിൽ മരിച്ചവർ ഉയർത്തുന്നേക്കും കഥാ രക്ഷാപൂർത്തി പ്രാപിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. അതേ കഥാ അവരോട് കൂടെ ഈ ദിവസങ്ങളിൽ ആ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്കൊന്ന് ഒരുങ്ങാം. ഈ ദിവസങ്ങൾ വിശ്വാസത്തിന്റെ വഴിത്താരകളിൽ, വിശ്വാസത്തിൻ്റെതായ ഈ ദിവസങ്ങൾ നമ്മൾ നേരിടുന്ന പ്രതികൂലങ്ങൾക്ക്
പ്രതിസന്ധികൾക്ക് മുമ്പിൽ വിശ്വാസം നമുക്ക് അതിനെ മറികടക്കുവാൻ കർത്താവ് നമുക്ക് ബലം നൽകട്ടെ, പ്രത്യാശ നൽകട്ടെ. ആ പ്രത്യാശയായ ക്രിസ്തു, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഇത് കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ആമേൻ ഈ ദിവസങ്ങൾ കൂടുതൽ കൂടുതൽ വെളിപ്പെടട്ടെ. അങ്ങനെ ആരെങ്കിലും ആമേൻ കർത്താവിനെ സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഹൃദയം ഒന്ന് തുറന്ന് കർത്താവിന് വേണ്ടി ജീവിതം കൊടുക്കുക. ആമേൻ സ്തോത്രം. ആ മഹത്വത്തിലേക്ക് ദൈവം നിങ്ങളെയും നടത്തും. കർത്താവ് നിങ്ങൾ ഈ വചനങ്ങളെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങളുടെ തിരുവചന പ്രകാരം നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ സ്തോത്രം. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്ന ദൈവം ഉണ്ടെന്ന് തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നെന്ന് വിശ്വസിക്കേണ്ടതല്ലയോ? ഇന്ന് രാത്രി കൽപ്പിച്ച വചനത്തിക്കായി സ്തോത്രം. വചനം കേട്ട ഓരോ ദൈവമക്കൾക്കായി, ദൈവദാസന്മാർക്കായി സ്തോത്രം. വചനം സംസാരിച്ച ഞങ്ങളുടെ അഭിഷിക്തനായ സ്തോത്രം. എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണമേ. ഇന്ന് രാത്രി വിശ്രമത്തിനായി പിരിയാത്തവനായി കൂടെ ഇരിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ കേൾക്കണം പിതാവേ, ആമേൻ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവമതു നീതിക്കായി കണക്കിട്ടല്ലോ. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവമതു നീതിക്കായി കണക്കിട്ടല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു ഭീതമാക്കി തീർത്തല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്ത് ബഹുജാതികൾക്കു ഭീതമാക്കി. അതുകൊണ്ട് വിശ്വസിച്ചാൽ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ഇസ്ഹാക്കിൻ പ്രാർത്ഥനയ്ക്കു മറുപടിയായി 100 വേലി നൽകി ദൈവം അനുഗ്രഹിച്ചു. ഇസ്ഹാക്കിൻ പ്രാർത്ഥനയ്ക്കു മറുപടിയായി 100 വേലി നൽകി ദൈവം അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. അതുകൊണ്ട് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. യാക്കോബും ദൈവത്തെ ആരാധിച്ചപ്പോൾ യഹോവയ്ക്ക് തക്ക മഹത്വം കൊടുത്തപ്പോൾ, യാക്കോബും ദൈവത്തെ ആരാധിച്ചപ്പോൾ യഹോവയ്ക്ക് തക്ക മഹത്വം കൊടുത്തപ്പോൾ, യാബോക്കെന്ന കടവിൽ അനുഗ്രഹമായി ഇസ്രായേൽ എന്ന ബഹുമാനം ലഭിച്ചു. യാബോക്കെന്ന കടവിൽ അനുഗ്രഹമായി ഇസ്രായേൽ എന്ന ബഹുമാനം ലഭിച്ചു. യാബോക്കെന്ന കടവിൽ അനുഗ്രഹമായി ഇസ്രായേൽ എന്ന ബഹുമാനം ലഭിച്ചു. അതുകൊണ്ട് വിശ്വസിച്ചാൽ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ.
യേശുവിന്റെ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ, യേശുവിന്റെ നാമത്താൽ മാതാവാന യൂദാവാന ഹസ്തത്തോടെ ദൈവകാരാധീനാബോധ നമ്മുടെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ, യേശുവിന്റെ നാമത്താൽ